എന്നെ ഭക്തൻ എന്ന് വിളിച്ചു. എയർഫോഴ്സിന്റെ ഒരു പാറ്റേൺ അതാ. ഒരാള് ഒരല്പം അവരുടെ കൂടെ കള്ളു കുടിക്കാൻ പോകുന്നില്ല, അവരുടെ കൂടെ നടക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഭക്തൻ എന്ന് അവർ കാറ്റഗറൈസ് ചെയ്യും. ഭക്തൻ എന്ന് വിളിച്ചിട്ട് പുറകോട്ട് മാറിയില്ല, എവിടെയും അച്ഛൻ എന്നാകും. അങ്ങനെ എന്നെ അച്ഛൻ വർഗീസ് എന്ന് വിളിച്ചത്. ഈ അച്ഛനെന്ന് വിളിച്ചിട്ട് ഒക്കാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ബിഷപ്പ് എന്നാക്കും. അങ്ങനെ ഞാൻ പിന്നെ ബിഷപ്പ് വർഗീസ് ആയിരുന്നു, വർഗീസ് തിരുമേനിയായി മാറി. കുറെ നാൾ അങ്ങനെ നടന്നു. അവിടെയും കൊണ്ടൊക്കാതെ ഒന്നുകൂടി അവരെന്നെ ദെയ്യം വർഗീസ് എന്ന് വിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു അഭിമുഖ സംഭാഷണമാണ് ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ അഭിമുഖത്തിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് നമുക്കേവർക്കും സുപരിചിതനും കർത്താവിൻ്റെ രാജ്യത്തിനു വേണ്ടി കർത്താവ് ശക്തമായി ഈ കാലയളവിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതുമായ അഭിഷിക്തനെയാണ് നമുക്ക് കർത്താവ് നമ്മോടൊപ്പം നയിച്ചു തന്നിരിക്കുന്നത്. ഒരു വാക്കിൽ ഞാൻ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ബാംഗ്ലൂർ പട്ടണത്തിൽ ബത്തേൽ അസംബ്ലി ഓഫ് ഗോഡ് ചർച്ച്, ബത്തേൽ AG ചർച്ച് എന്നറിയപ്പെടുന്ന സഭയുടെ സീനിയർ ശുശ്രൂഷകനും കർത്താവിൽ പ്രസിദ്ധനുമായ റവറൻഡ് ഡോക്ടർ MA വർഗീസ് അവറുകളാണ് ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ പ്രിയ MA വർഗീസ് സാറിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് സാറേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം കർത്താവിൻ്റെ ദാസനെ ഒരു വാക്കിൽ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അരോമ TVയിൽ അനേക പ്രിയപ്പെട്ടവർ കടന്നു വന്നവരുടെ ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കാറുണ്ട്. എന്നാൽ സാറിൻ്റെ സാക്ഷ്യവും ജീവിതാനുഭവവും ഒക്കെ അറിയാൻ മേലാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും എന്നെനിക്കറിയാം. ധാരാളം ആളുകൾ, ശ്രോതാക്കൾ കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതാനുഭവവും സാക്ഷ്യവും ഒക്കെ കേട്ട് അനുഗ്രഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എങ്കിലും കുറച്ച് ആൾക്കാരെങ്കിലും ഒരു പക്ഷെങ്കിൽ സാറിനെ അറിയാത്തവർ അരോമ TVയിലൂടെ ഒരു പക്ഷെങ്കിൽ കേൾക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കർത്താവിൻ്റെ ദാസനെ ഒരു വാക്കിലൊന്ന് പരിചയപ്പെടുത്താമോ? ദേവദാസിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഒന്ന് പറയാമോ? പ്രൈസ് ലോർഡ്. എൻ്റെ പേര് പാസ്റ്റർ MA വർഗീസ് എന്നാണ്. പാസ്റ്റർ ചേർത്താണ് ആളുകൾ വിളിക്കാറുള്ളത്. ഞാൻ ജനിച്ചതും വളർന്നതും തിരുവല്ലായിക്കടുത്ത് ഒരു മാർത്തോമ കുടുംബത്തിലാണ്. എൻ്റെ മാതാപിതാക്കൾ മാർത്തോമയിലെ ഭക്തിമാർഗത്തിൽ ജീവിച്ചവരായിരുന്നതുകൊണ്ട് അതേ ഭക്തിമാർഗത്തിൽ എന്നെയും കൊണ്ടുവരാനായിട്ട് അവർ താല്പര്യപ്പെട്ടു. എൻ്റെ 11 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയുകയും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും ചെയ്തു. മാർത്തോമ സഭയിൽ മാതാപിതാക്കൾ ആത്മീയത്തിൽ ഒരുമാതിരി വളർന്നവരായിരുന്നതുകൊണ്ട് എല്ലാ പള്ളിയുടെ മീറ്റിങ്ങുകൾക്കും പോകുമായിരുന്നു. എനിക്ക് ഓർമ്മയായ ശേഷം ഒരൊറ്റ ഞായറാഴ്ച പോലും ഒരാരാധനയ്ക്ക് പോകാതിരുന്നിട്ടില്ല. മാത്രമല്ല, ഇടമീറ്റിങ്ങുകൾ ഉള്ളിടത്തും പോകാൻ, അവിടെ പോയി കിടന്ന് ഉറങ്ങിയാൽ പോലും കൊച്ചു പ്രായത്തിൽ അമ്മ എടുത്തുകൊണ്ട് പോകുമായിരുന്നു എന്നെനിക്കറിയാം. അങ്ങനെ വളർന്നു വന്നതുകൊണ്ട് മാത്രമല്ല, വേദപുസ്തകം വായിക്കാനും പഠിക്കാനും വീട്ടിൽ നിന്ന് ഒത്തിരി നിർബന്ധം ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യമേ അമ്മ നല്ല വിളിച്ചത് യേശു എന്നാണ് വിളിച്ചത്, അപ്പ നല്ല വിളിച്ചത് യേശു എന്നാണ്. കാര്യം അതിന് തക്ക ഒരു ഇൻസ്ട്രക്ഷൻ വീട്ടിൽ നിന്നുണ്ടായിരുന്നു. അങ്ങനെ വന്നതുകൊണ്ട് ഏറെക്കുറെ പള്ളിയുടെ ഭക്തിയിലും ആ പള്ളി പഠിപ്പിച്ച മര്യാദയിലും ഒക്കെ ജീവിച്ചു വന്നു. ഒരു കള്ളം പറയാനോ അങ്ങനെ ഒരു ആവശ്യത്തിൽ ഇടപെടാനോ അന്നത്തെ കാലത്ത് പാപമെന്ന് കണക്കാക്കുന്നത് ഞായറാഴ്ച സ്കൂൾ പുസ്തകം പഠിക്കുക, ഞായറാഴ്ച കളിക്കാൻ പോവുക, ഇതൊക്കെയാണ്. അതൊന്നും വരാതെ എൻ്റെ മാതാപിതാക്കൾ സൂക്ഷിച്ചു. മാർത്തോമ പള്ളിയിൽ നിന്ന് തന്നെയാണ് ഞാൻ സുവിശേഷം കേട്ടതും യേശുവിനെ കുറിച്ച് അറിഞ്ഞതും. വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം എന്നോട് തന്നെ ദൈവം ഇടപെട്ടു രക്ഷയെക്കുറിച്ച്. അങ്ങനെ എൻ്റെ 11ാമത്തെ വയസ്സിൽ എൻ്റെ കട്ടിലിൻ്റെ അരികിൽ മുട്ടുകുത്തി യേശുവിനെ രക്ഷകനായി അംഗീകരിച്ചു. അതെൻ്റെ മാതാപിതാക്കൾക്ക് വലിയ സന്തോഷമായിരുന്നു. തുടർന്ന് വേദപുസ്തകം വായിക്കുന്നതിനകത്ത് ഒത്തിരിയും കൂടെ താല്പര്യം വർദ്ധിച്ചു. കൂടുതൽ ബൈബിൾ വായിക്കാൻ തുടങ്ങി. പക്ഷെ രക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് വായിക്കുന്ന ഓരോ വേദവാക്യങ്ങൾക്കും കൂടുതൽ അർത്ഥമുണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെ ഒരു വർഷത്തിനകം ഞാൻ സ്നാനത്തെക്കുറിച്ച് മനസ്സിലാക്കി. ഒരു വർഷമായി കാണുകയില്ല, ഒരു 6 മാസത്തിനകം ഞാൻ സ്നാനത്തെക്കുറിച്ച് മനസ്സിലാക്കി. സ്നാനപ്പെടണം എന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ സ്നാനപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ എനിക്ക് പരിചയമില്ലായിരുന്നു. ഞങ്ങളുടെ ഗ്രാമത്തിൽ ശിശു സ്നാനം എന്നുള്ള ഒന്ന്, മാമോദീസ എന്നുള്ള ഒന്ന് കഴിഞ്ഞാൽ സ്നാനപ്പെടുത്തുന്ന ആളുകളില്ലായിരുന്നു. അതുകൊണ്ട് സ്നാനത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഈ മുതിർന്ന ശേഷമുള്ള അല്ലെങ്കിൽ വിശ്വസിച്ച ശേഷമുള്ള സ്നാനമല്ലേ സത്യം എന്നെൻ്റെ പിതാവിനോട് ചോദിച്ചപ്പോഴേ
അതൊക്കെ ഓരോ സഭകളുടെ മര്യാദയാണ്, അങ്ങനെയൊന്നും ഇല്ല, നമുക്കൊരു സ്നാനമുണ്ട്, അത് കിട്ടിയിട്ടുണ്ട്, അത് മതി എന്ന് പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ടോ അതിനകത്തൊന്നും തൃപ്തിയാകാൻ എനിക്ക് തോന്നിയില്ല. പിന്നെ എൻ്റെ ആത്മാവ് അതിലപ്പുറത്തൊന്നിനു വേണ്ടി ദാഹിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 12ാമത്തെ വയസ്സിൽ തന്നെ ഞങ്ങളുടെ നാട്ടിൽ ഒരു കവലപ്രസംഗം നടക്കുമ്പോൾ, ഒരു പരസ്യയോഗം നടക്കുമ്പോൾ ആ പരസ്യയോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു. ആ ദിവസങ്ങളിൽ ഞങ്ങളുടെ ആ ഗ്രാമപ്രദേശങ്ങളിൽ പൊതുവെ CSI മാർത്തോമാക്കാരോ മാത്രമേ പരസ്യയോഗങ്ങൾ നടത്തിയുള്ളൂ. അതുകൊണ്ട് പരസ്യയോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിനകത്ത് അറ്റൻഡ് ചെയ്തിട്ട് വരാവൂ എന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞിരുന്നു. ഒരു ദിവസം സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് ഒരു പരസ്യയോഗം നടന്നു. ആ പരസ്യയോഗത്തിൽ പ്രസംഗിച്ചത് ഒരു പെന്തക്കോസ്തുകാരൻ്റെ ഉപദേശിയായിരുന്നു. അത് പിന്നീടാണ് അറിയുന്നത്, അന്ന് അറിഞ്ഞില്ല. പിന്നീട് അറിഞ്ഞു പാസ്റ്റർ ജോണിക്കുട്ടി എന്നറിയപ്പെടുന്ന EC മാത്യു എന്നറിയപ്പെടുന്ന ഷാരോൻ പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്ന് ശുശ്രൂഷിക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസനായിരുന്നു. അദ്ദേഹത്തിന്റെ ദൂത് കേട്ടു. അതിനെ തുടർന്ന് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു അഭ്യസ്ത വിദ്യനുമായി അദ്ദേഹത്തിന് ഒരു ശാസ്ത്രീയമായ ഏറ്റുമുട്ടലുണ്ടായി. അദ്ദേഹം ആ പരസ്യ സ്ഥലത്ത് വെച്ച് തന്നെ ഉപദേശിയെ ചലഞ്ച് ചെയ്തു. വേദപുസ്തകം ശാസ്ത്രീയമാണോ, ശാസ്ത്രീയമായി തെളിയിക്കാമോ എന്ന് ചോദിച്ചു. തെളിയിക്കാം എന്ന് ജോണിക്കുട്ടി മറുപടിയും പറഞ്ഞു. നിങ്ങളുടെ വിദ്യാഭ്യാസം എന്താണെന്ന് ചോദിച്ചോ, ജോണിക്കുട്ടി പറഞ്ഞ MSc ഫസ്റ്റ് ക്ലാസ്സാ ഫിസിക്സിൽ എന്ന് പറഞ്ഞു. അങ്ങനെ തർക്കിക്കാൻ കൊള്ളാം, കാര്യം തർക്കിക്കാൻ വന്ന അഭ്യസ്ത വിദ്യൻ 3 PhD ഹോൾഡറായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു നമുക്ക് തർക്കിക്കാം എന്ന് പറഞ്ഞ് തർക്കത്തിന് വേണ്ടി ഒരു ദിവസം ഫിക്സ് ചെയ്തു. അതിനുവേണ്ടി ഒരു റെഫറിയെ അവർ വിളിച്ചു. ഒരു ബ്ലാക്ക് ബോർഡ് കരുതി പല നിറത്തിലുള്ള ചോക്കുകൾ ഉണ്ടാക്കി ഒരു കൊച്ചു നോട്ടീസ് പബ്ലിഷ് ചെയ്തു. അങ്ങനെ പെന്തക്കോസ്തുകാരെ തർക്കിച്ചു തോപ്പിച്ച് ബൈബിൾ ദൈവനിശ്വാസ്യമല്ല, ബൈബിൾ അശാസ്ത്രീയമാണെന്ന് തെളിയിക്കും എന്ന് മറ്റേ അദ്ദേഹം വാദിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പരസ്യമായി പറയുന്നില്ല. ഞങ്ങളൊക്കെ വളർന്നു വരുന്ന പ്രായത്തിൽ ഞങ്ങൾക്കൊരു റോൾ മോഡലായിരുന്നു ആ മനുഷ്യൻ. അദ്ദേഹം ഒരു ബീഡി വലിച്ചിട്ടില്ല, സിഗരറ്റ് വലിച്ചിട്ടില്ല, ഞങ്ങളുടെ ഒന്നും അറിവിൽ മദ്യപിച്ചിട്ടില്ല, മുണ്ടു മടക്കി കുത്തി നടന്നിട്ടില്ല. അദ്ദേഹം 3 PhD ഹോൾഡറായിരുന്നു. ഈ പ്രത്യേക സാഹചര്യത്തിൽ സംസാരിക്കുമ്പോൾ ഡോക്ടർ ഓഫ് സയൻസ് ഡിഗ്രി എടുക്കാൻ വേണ്ടി അമേരിക്കയിലെ ചിക്കാഗോയിൽ അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ കേരളത്തിൽ വരുമ്പോൾ അന്ന് സാധാരണക്കാരൻ മുണ്ട ഉടുത്തിരുന്നത്, അദ്ദേഹം ഒരു മുണ്ടല്ലാതെ ഒരു പാൻറ് ഇട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. അതുപോലെ ഒരു റോൾ മോഡലായി നാട്ടിൽ ജീവിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ബലഹീനതയായിരുന്നു ദൈവമില്ല എന്ന് വിശ്വസിച്ചിരുന്നു, വേദപുസ്തകത്തെ അവിശ്വസിച്ചിരുന്നു. രണ്ടായാലും അത് തുറന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടതിന് വേണ്ടി ഇതൊരു അവസരമായി ഉപയോഗിച്ചു, നോട്ടീസ് അടിച്ചു. അങ്ങനെ വാദപ്രതിവാദം നടന്നു. ഇതിനോടകം എൻ്റെ അപ്പന് വേദപുസ്തകം അക്ഷരീയമായി വിശ്വസിക്കുന്നതിനേക്കാൾ അതിനകത്തെ ആശയങ്ങളിൽ ചിലത് മാർത്തോമാ സഭ തരുന്ന വ്യാഖ്യാനത്തിന്റെ ഉള്ളിൽ നിന്ന് വിശ്വസിച്ചാൽ മതി എന്നൊരു അഭിപ്രായം എന്നെക്കുറിച്ച് ഉണ്ടായിരുന്നത് കൊണ്ട് ഈ വാദപ്രതിവാദം പോയി കേട്ടോളാൻ പറഞ്ഞു. ഈ മനുഷ്യൻ തർക്കിച്ച് തോറ്റ ഒരു ഹിസ്റ്ററി ഇല്ല. കാര്യം തർക്കം അദ്ദേഹത്തിന്റെ കോളേജിൽ പഠിച്ച വിഷയങ്ങളിൽ ഒന്നായിരുന്നു എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. എൻ്റെ അയൽവക്കക്കാരനാണ്, അതുകൊണ്ട് വളരെ സൗഹാർദ്ദമായിട്ട് ഞങ്ങൾ ഇടപെട്ടിരുന്നു. താൻ ആ വിഷയം കോളേജിൽ എടുത്തു പഠിച്ചതാണ്. ഓക്കെ, രണ്ടായാലും തർക്കത്തിൽ 3 ചോദ്യങ്ങളാണ് ചോദിച്ചിരുന്നത്. ഒന്ന്, വചനം ജഡമായി തീർന്നു എന്ന തിരുവചന പ്രസ്താവന സത്യമോ? 2, ഭൂമി കറങ്ങുന്നു എന്ന് ബൈബിളും സൂര്യൻ കറങ്ങുന്നു എന്ന് ബൈബിളും ഭൂമി കറങ്ങുന്നു എന്ന് ശാസ്ത്രവും പറയുന്നു. 2-ലേതാണ് ശരി? ശാസ്ത്രീയമായി വേദപുസ്തകത്തിന്റെ ഉപയോഗക്രമം ശരിയോ? 3, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും എന്ന വാക്യം സത്യമാണോ? മൂലപദാർത്ഥത്തിന് കത്തിയഴിയാൻ കഴിയുമോ? ഈ 3 ചോദ്യങ്ങളായിരുന്നു വെച്ചിരുന്നത്. ഏതാണ്ട് ഒരു 150ഓളം ആളുകൾ നാട്ടുകാരായി കൂടിയിരുന്ന് കേൾക്കാൻ. പെന്തക്കോസ്തുകാർ ആദ്യമായിട്ട് ഞങ്ങളുടെ നാട്ടിൽ വരികയാണ് എൻ്റെ അറിവിൽ, എൻ്റെ തലമുറയിൽ. അതുകൊണ്ട് അവരെ എതിർത്ത് ജയിക്കും എന്ന് ആളുകൾ തീരുമാനിച്ചു. ഏറ്റവും നല്ല മുഖാന്തരമായി ഉപയോഗിച്ചു. 150ഓളം ആളുകൾ കൂടിയിരുന്നു. 2 പേരും മാറി മാറി വ്യത്യസ്ത കളറുകളുള്ള ചോക്ക് കൊണ്ട് ഒരുപാട് സമവാക്യങ്ങൾ എഴുതി എന്നുള്ളതിൽ കവിഞ്ഞ് കാഴ്ചക്കാരായ ഞങ്ങൾക്ക്, പ്രത്യേകിച്ച് 11 വയസ്സ് കഴിഞ്ഞ് എനിക്ക് ഒന്നും മനസ്സിലായില്ല. പക്ഷെ 3 ചോദ്യത്തിൻ്റെയും അവസാനത്തിൽ അങ്ങനെ പറഞ്ഞാലും ഇങ്ങനെ പറഞ്ഞാലും ശരിയാണെന്നും ഇക്വേഷന്റെ 2 സൈഡും ഒരുപോലെ ബാലൻസ് ചെയ്യാമെന്നും റെഫറി പറയുകയും ഞാൻ തോറ്റിരിക്കുന്നു എന്ന് ഞങ്ങളുടെ അഭ്യസ്ത വിദ്യൻ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ജോണിക്കുട്ടി അതിനെ തുടർന്ന് പറഞ്ഞു, നിങ്ങൾ ഈ കേൾക്കാൻ വന്നവർക്ക് ആർക്കും ഒന്നും മനസ്സിലായി കാണത്തില്ല, കാര്യം ഇത് അല്പം കൂടെ വിദ്യാഭ്യാസം ഉള്ളവർക്കേ മനസ്സിലാവുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറയാം. വചനം ജഡമായി തീർന്നു, അത് യേശുവിനെ കുറിച്ചാണ്. ആ യേശു ലോകരക്ഷകനാണ്. നിങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ വേണമെങ്കിൽ യേശുവിനെ അംഗീകരിക്കാമെന്ന് പറഞ്ഞു. ഒരു 40ഓളം ആളുകൾ എഴുന്നേറ്റ് നിന്നു. എനിക്കും യേശുവിനെ വേണം, തർക്കം കാണാൻ മാത്രം വന്നവരാ. ആ കൂട്ടത്തിൽ ഞാനും ഒരാളായിരുന്നു. എൻ്റെ കട്ടിലിൻ്റെ മുമ്പിലിരുന്ന് ഞാൻ യേശുവിനെ രക്ഷകനായി അംഗീകരിച്ചിരുന്നെങ്കിലും ഒരു പരിസരസ്ഥലത്ത് ഒരു പൊതുസാക്ഷിയാകാൻ അന്നാണ് എനിക്ക് സാധിച്ചത്. അന്ന് എൻ്റെ 12ാമത്തെ വയസ്സിലാണ്. ഇന്ന് 79ാമത്തെ വയസ്സിൽ 67 വർഷം കഴിഞ്ഞുപോയി. പക്ഷെ അന്ന് മുതൽ എല്ലാ ദിവസവും രാവിലെ ഒരു 5 മണി കഴിയുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ്
യേശു പാപികളെ രക്ഷിക്കുന്നു, യേശു രോഗികളെ സൗഖ്യമാക്കുന്നു എന്നിത്യാദി ചില വാക്യശകലങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഗ്രാമത്തിൽ ഞങ്ങളുടെ അടുത്തുള്ള നടപ്പാതകളിലൂടെ നടക്കുകയും കൊച്ചു റോഡുകളിൽ കയറി നടക്കുകയും വിളിച്ചു പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. കവലകളിൽ നിന്നുകൊണ്ട് എൻ്റെ സാക്ഷി പറയാൻ ആ കാലത്ത് തന്നെ എനിക്ക് കഴിഞ്ഞു. അതിനെ തുടർന്ന് സ്നാനത്തിലേക്ക് നയിക്കപ്പെട്ടു. കാര്യം സ്നാനത്തെക്കുറിച്ചുള്ള താല്പര്യം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. സ്നാനമാണ് വിശ്വാസ സ്നാനം വേണമെന്ന് എനിക്ക് അറിയാമായിരുന്നു. എൻ്റെ പിതാവിൻ്റെ താൽക്കാലികമായ ഒരു അനുവാദത്തോടുകൂടെ ഞാൻ സ്നാനത്തിനിറങ്ങി. സ്നാനപ്പെട്ടേച്ച് തിരിച്ചു വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു, കുഴപ്പമില്ല, സ്നാനപ്പെട്ടത് തെറ്റൊന്നുമല്ല, എൻ്റെ അനുവാദത്തോടെയാണ് നീ ചെയ്തത്. പക്ഷെ ഇപ്പം നീ പോയിട്ട് നന്നായി വെള്ളം ഒഴിച്ച് ഒരു സോപ്പ് എടുത്ത് നന്നായി കുളിച്ച് തോർത്ത് കഴിഞ്ഞ് പോരെ, വരുന്ന ആഴ്ച നമുക്ക് ഒരുമിച്ച് പള്ളിയിൽ പോവാം, സ്നാനപ്പെട്ടത് വേറെ ആരോടും പറയുകയും വേണ്ട, അവിടെ കൊണ്ട് തീരട്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇതിനോടകം ദൈവത്തിന്റെ കൃപയാൽ വചനം പല ആവർത്തി വായിക്കാൻ, A to Z അല്ല, വചനത്തിന്റെ പല ഭാഗങ്ങളും പ്രത്യേകിച്ച് വിശ്വാസ വിഷയത്തിൽ സ്നാനത്തോട് ബന്ധപ്പെട്ട പലതും പല ആവർത്തി വായിക്കാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. അതുകൊണ്ട് ഞാൻ 12ാമത്തെ വയസ്സിൽ എൻ്റെ അപ്പനോട് മറുത്തൊരു വാചകം പറഞ്ഞു, ഒരിക്കൽ ചെങ്കടൽ കടന്നവൻ തിരിച്ചു പുറകോട്ട് കയറാറില്ല. ഞാൻ ചെങ്കടൽ കടന്നു, ഇനി തിരിച്ച് മിസ്രൈമിലേക്കില്ല. എടുത്ത വായിലെ എൻ്റെ അപ്പനും പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മോനെ, അപ്പൻ്റെ വിശ്വാസം കൊള്ളുകയില്ലാത്തവർക്ക് അപ്പൻ്റെ വീടും ശരിയാകില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ, പക്ഷെ വെളിയിലെങ്ങും പോകാനൊക്കത്തില്ല, ഈ പുരയിടത്തിനകത്ത് തന്നെ കഴിയണം. ഞങ്ങൾക്ക് ദൈവത്തിന്റെ കൃപയാൽ മാന്യമായ ഒരു അല്പസ്ഥലം അവിടെ ഉണ്ട്, അതിനകത്ത് തന്നെ കഴിയണം. നിനക്ക് നന്നായി വിശക്കുമ്പോൾ വീട്ടിൽ കയറി പോര്, പിന്നെ മർത്തോമ പള്ളിയിലായിരിക്കും പോകുന്നത് എന്ന് മാത്രം. അങ്ങനെ വീട്ടിൽ നിന്ന് തള്ളപ്പെട്ടു. ഏതാണ്ട് ഒരാഴ്ചയോളം ആഹാരമില്ലായിരുന്ന പ്രായത്തിൽ, പക്ഷെ അതൊരു ഉപവാസമായിട്ട് ദൈവം കണക്കിലെടുത്തു, എന്നെ ബലപ്പെടുത്തി. ഒരാഴ്ചയ്ക്ക് ശേഷം വീടിന്റെ വരാന്തയിൽ താമസിച്ചോളാൻ അനുവാദം ലഭിച്ചു. ഒരു കൂലിവേലക്കാരൻ വീട്ടിൽ ജോലി ചെയ്യുന്നത് പോലെ ചെയ്താൽ അവന് കൊടുക്കുന്നത് പോലെ നിനക്ക് ശമ്പളം തരാം, പക്ഷെ നിന്റെ ശമ്പളം പണമായി തരത്തില്ല, തന്നാൽ നീ കൊണ്ട് പള്ളി സ്വതരാഴ്ച ഇടും, അത് നിനക്ക് വേണ്ട, പകരം നിനക്ക് ഒരു നേരത്തെ ആഹാരമായി തരാം എന്ന് പറഞ്ഞു. അന്ന് എനിക്ക് ഒരു പെന്തക്കോസ്ത് ചർച്ചിലെ ആരാധനയ്ക്ക് പോകാൻ എൻ്റെ അറിവിൽ എൻ്റെ വീട്ടിൽ നിന്ന് 13 കിലോമീറ്റർ അകലമുള്ള ഷാരോൺ തിരുവല്ലയിൽ മാത്രമേ ഒരു ആരാധനയുള്ളൂ. പിന്നത്തേതിൽ എനിക്ക് അറിവ് കിട്ടി, എൻ്റെ മണ്ഡലമായിരുന്നു, എനിക്ക് അതിനേക്കാൾ അടുത്ത് വേറെ സർവീസസ് ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അറിവില്ലായിരുന്നു. ജോണിക്കുട്ടി പറഞ്ഞു തന്നത് ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത്രയും ദൂരം നടന്നുപോയി, 1 വേ 13 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ആഹാരമില്ലാതെ നടന്നുപോയി കുറെ നാളുകൾ അവിടെ ആരാധിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ അടുത്ത ദിവസം തുറന്ന അന്ന് എൻ്റെ അധ്യാപകർ ചുരുക്കി പറഞ്ഞേക്കാം എൻ്റെ പേര് വെട്ടി എന്നോട് പറഞ്ഞു, ഈ വിശ്വാസം ഈ സ്കൂളിൽ അംഗീകരിക്കത്തില്ല. സ്കൂളിൽ നിന്ന് സ്നാനപ്പെട്ട ഏക വ്യക്തി ഞാനായിരുന്നു, എൻ്റെ ഗ്രാമത്തിൽ നിന്ന് സ്നാനപ്പെട്ട ഏക വ്യക്തി ഞാനായിരുന്നു, അതുകൊണ്ട് ഈ സ്കൂളിൽ പഠിപ്പിക്കത്തില്ല, ഇറങ്ങിപ്പോക്കോളാൻ പറഞ്ഞു. എൻ്റെ പേര് വെട്ടിയതായി എന്നെ അറിയിച്ചു, പോക്കോളാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ പുസ്തകങ്ങൾ കെട്ടോടെ വലിച്ചു വെളിയിലെറിഞ്ഞു. എനിക്ക് പഠിത്തവും നഷ്ടപ്പെട്ടു. അതിനെ തുടർന്ന് വീട്ടിലെ ജോലിയൊക്കെ ചെയ്തൊരു കൂലിക്കാരനെ പോലെ വീടുമായിട്ട് കഴിഞ്ഞുകൂടി. അങ്ങനെ ഇരിക്കുകയാണ് അഭ്യസ്തവിദ്യനായ ആ മനുഷ്യൻ, അദ്ദേഹം തിരിച്ചു ചിക്കാഗോയ്ക്ക് പോയി. ഏതാണ്ട് 6 മാസമോ 1 വർഷമോ കഴിഞ്ഞപ്പോൾ അദ്ദേഹം അടുത്തൊരു അവധിയിൽ വന്നപ്പോൾ ഞാൻ സ്കൂളിൽ പോകാതെ റോഡേ നടക്കുന്നത് കണ്ടു. അന്നൊരു പശു ഉണ്ടായിരുന്നതിനെ തീറ്റുന്നതായിരുന്നു എനിക്ക് കിട്ടിയ ജോലി. ആ ജോലി ചെയ്താൽ ഒരു നേരത്തെ ആഹാരം കിട്ടും. ആ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പശുവിനെ പരിപാലിച്ചു വന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, നീ എന്താ സ്കൂളിൽ പോഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ പേരൊക്കെ സ്കൂളിൽ നിന്ന് വെട്ടി, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. രണ്ടായാലും അദ്ദേഹം ആ കാര്യത്തിൽ ഇടപെട്ടു. അദ്ദേഹം ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. 1957 ഞാൻ സ്നാനപ്പെട്ട വർഷം, എന്നെ സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ട വർഷം, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ രംഗത്ത് വന്ന വർഷമായിരുന്നു. ജോസഫ് മുണ്ടശ്ശേരി എന്നയാളായിരുന്നു അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹവും എൻ്റെ അയൽവക്കക്കാരനുമായി നല്ല സ്നേഹിതരായിരുന്നതിനാൽ അദ്ദേഹം ജോസഫ് മുണ്ടശ്ശേരിയെ വിവരം അറിയിക്കുകയും ഗവൺമെന്റിൽ നിന്ന് എന്തുകൊണ്ട് എന്നെ സ്കൂളിൽ നിന്ന് ഡിസ്മിസ് ചെയ്തെന്ന് അന്വേഷിച്ചുകൊണ്ട് ഒരു എൻക്വയറി കമ്മീഷൻ വെക്കുകയും തിരുവല്ലയിലെ ഡിസ്ട്രിക്ട് DEO ഡിവിഷണൽ എഡ്യൂക്കേഷൻ ഓഫീസർ ഒരു എൻക്വയറിക്ക് വേണ്ടി സ്കൂളിൽ വരികയും അടുത്ത ദിവസം സ്കൂളിൽ നിന്ന് കുട്ടികളെ വിട്ട് എൻ്റെ അപ്പനോട് പറഞ്ഞു എന്നെ വേണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ എന്നെ തിരിച്ച് സ്കൂളിൽ അയക്കുകയും ചെയ്തു. അന്നത്തെ ഇന്റർവ്യൂവിൽ വീണ്ടും എന്നോട് എന്തുകൊണ്ട് നിന്നെ സ്കൂളിൽ നിന്ന് വിട്ടു? ഞാൻ പറഞ്ഞു, എൻ്റെ അറിവിൽ ഞാൻ സ്നാനപ്പെട്ടു വന്നതിൽ കവിഞ്ഞ് ഒരു തെറ്റും എൻ്റെ ഇല്ല, അത് സാറുമാരെന്നോട് ചോദിച്ചിട്ടാണ് എൻ്റെ പേര് വെട്ടിയത് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കുട്ടിയെ തിരിച്ചെടുത്തിരിക്കുന്നു, ക്ലാസ്സിൽ ചേർന്നോളാൻ പറഞ്ഞു. ഇമ്മീഡിയറ്റ്ലി സംസാരിച്ചുകൊണ്ടിരുന്നതിൽ ഒരു വ്യക്തി പറഞ്ഞു, 4 മാസത്തിൽ കൂടുതലായി ആബ്സെൻ്റ് ആയ ഒരാളിനെ തിരിച്ച ക്ലാസ്സിൽ ചേർന്നിരിക്കാൻ ഒക്കത്തില്ല, അതുകൊണ്ട് ഈ വർഷം പഠിക്കാൻ ഒക്കത്തില്ല, അടുത്ത വർഷം അതേ ക്ലാസ്സിൽ ചേർന്നിരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്കെതിരെ കംപ്ലൈൻറ്റ് ഉയർത്തിയ എൻ്റെ നല്ലവനായ സ്നേഹിതൻ ഇങ്ങനെ പറഞ്ഞു, ഇനി ഈ കുട്ടിക്ക് എല്ലാ ക്ലാസ്സിലും മാർക്ക് ഇടുന്നത് ടീച്ചേഴ്സ് ആണല്ലോ, ഒരു ക്ലാസ്സിലും കുട്ടിയെ ജയിപ്പിക്കത്തില്ല. കാര്യം ഇതെല്ലാം ഒരു മാനേജ്മെന്റ് സ്കൂളാണ്, ഞങ്ങൾ യാക്കോബയ
മാനേജ്മെന്റ് സ്കൂളിൽ മാർ ഗീഗോറിയോസ് ഡയോസേഷൻ സ്കൂളിലാണ്. ഇന്ന് മുതൽ ഈ കുട്ടിക്ക് മാർക്ക് കാണത്തില്ല, ഇയാളെ തോൽപ്പിച്ചിരിക്കും എന്ന് ബഹുമാനപ്പെട്ട കമ്മീഷൻ അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അതിന് ഞാൻ പ്രതിവേദി കണ്ടോളാമെന്ന് പറഞ്ഞ് അദ്ദേഹം ആ കമ്മീഷൻ റിപ്പോർട്ടിൽ എഴുതി വെച്ചു, ഈ കുട്ടി ഏതെങ്കിലും ക്ലാസ്സിൽ തോറ്റാൽ ഡിവിഷണൽ എഡ്യൂക്കേഷൻ ഓഫീസർ ലെവലിൽ റീടെസ്റ്റ് കൊടുക്കാതെ ഈ കുട്ടിയെ റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പാടില്ല, ആ റീടെസ്റ്റിന് ശേഷമേ റിസൾട്ട് കൊടുക്കാവൂ എന്ന് പറഞ്ഞു. പിറ്റേ വർഷം ഞാൻ 7C നിന്ന് എന്നെ ഇറക്കി വിട്ടിരുന്നത്. 7C തന്നെ പോയിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് എൻ്റെ അധ്യാപകർ എന്നെ തിരിച്ചു വിളിച്ച് ഒത്തിരി പ്രാകുകയൊക്കെ ചെയ്തു. ആ പ്രാക്കെല്ലാം വലിയ അനുഗ്രഹമായി എനിക്ക്. എന്നോട് എൻ്റെ ക്ലാസ് ടീച്ചർ എന്നോട് പറഞ്ഞു, ഞാനൊരു പുരോഹിതനാണ്, അദ്ദേഹം പുരോഹിതനായിരുന്നു, എന്നോട് പുരോഹിതനാണ്, ഞാൻ പറഞ്ഞിരിക്കുന്നു നീ 7 വർഷം 10ാം ക്ലാസ് എഴുതിയാൽ ജയിക്കത്തില്ല, 9 വരെ നിന്നെ ജയിപ്പിച്ചേ പറ്റൂ, ഇന്നത്തെ സിസ്റ്റം അങ്ങനെയായി മാറി, പക്ഷേ 10ാമത്തെ ക്ലാസ്സിൽ നീ 7 വർഷം എഴുതിയാൽ ജയിക്കത്തില്ല, ഞാൻ നിന്നെ ശപിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കുഴപ്പമില്ല, 8ാം കൊല്ലം നോക്കിക്കോളാം. കാര്യം എനിക്ക് എൻ്റെ മനസ്സിനകത്ത് വേദപുസ്തകം ഇതിനോടകം വളരെ തറവായിട്ട് മനസ്സിലായിരുന്നു. എന്നെ കാരണം കൂടാതെ ആരെങ്കിലും ശപിച്ചാൽ ശാപം ഫലിക്കത്തില്ലെന്നും എന്നെ ശപിക്കാൻ ഒരു രക്ഷിക്കപ്പെടാത്ത റൈറ്റ് ഇല്ല എന്നും എനിക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി ഹെഡ് മാസ്റ്ററെ കാണാൻ പറഞ്ഞു. ഞാൻ പോയി ഹെഡ് മാസ്റ്ററെ കണ്ടു. ഹെഡ് മാസ്റ്റർ എന്നോട് ചോദിച്ചു, നീ താറാവ് തൂറിയ വെള്ളത്തിൽ മുങ്ങിയിട്ടാ വന്നതെന്ന് കേട്ട് നേരാണോടാന്ന് ചോദിച്ചു. ഇവിടെ നേരാന്ന് പറഞ്ഞു. നിന്നെപ്പോലുള്ളവനെ പഠിപ്പിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു, പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ആദ്യം എന്നെ ഇറക്കി വിടുന്നത്. ഈ 2ാമത്തെ പ്രാവശ്യം ചെന്നപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ അച്ഛൻ പറഞ്ഞത് അനുസരിക്കാതെ തറുതല പറഞ്ഞില്ലേ, എന്നാൽ ഞാൻ നിന്നോട് പറഞ്ഞിരിക്കുന്നു, നീ 7 കൊല്ലം SSLC ജയിക്കത്തില്ല. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, 7 7 14 15ാം കൊല്ലം നോക്കാം, അത്ര തന്നെ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോരും. ഒരുപാട് ഉപദ്രവങ്ങൾ സ്കൂളിൽ നിന്നുണ്ടായിരുന്നു. എല്ലാ അധ്യാപകരും എന്നോട് ചോദ്യം ചോദിക്കും. സിലബസിൽ നിന്നോ പഠിപ്പിച്ച ഭാഗമോ ഞാൻ പഠിക്കേണ്ട ഭാഗമോ ഒന്നുമല്ല. അവർ എന്തേലുമൊക്കെ ചോദിക്കും, അതിൻ്റെ ഉത്തരം ശരിയോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. രണ്ടായാലും എന്നെ അടിച്ച് കൈ പൊട്ടി രക്തം വരാതെയോ കാലിൻ്റെ വണ്ണയ്ക്ക് താഴെ അടിച്ച് അവിടുന്ന് രക്തം വരാതെയോ 9ാം ക്ലാസ് വരെ ഒരിക്കൽ പോലും ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. 9ാം ക്ലാസ്സിലായതിനെ തുടർന്ന് ഒരല്പം കൂടെ വ്യത്യാസമായി. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടി പഠിക്കുന്ന സമയത്ത്. പക്ഷെ അന്നതൊരു സന്തോഷമായിട്ട് മാത്രമേ തോന്നിയുള്ളൂ. അന്നതിനകത്തൊരു ബുദ്ധിമുട്ട് തോന്നിയില്ല, അന്നൊരു സന്തോഷമായി തോന്നി. ഇന്നും ആ സന്തോഷം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞു. 10ാം ക്ലാസ് അവിടുന്ന് തന്നെ പാസ്സായി. കിട്ടിയ ഒരു ജോലിയുമായിട്ട്, വെറും 10ാം ക്ലാസ്സുമായിട്ട് ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ ചേരുകയും ഒരു കൊച്ചു ജോലി ഇന്ത്യൻ എയർഫോഴ്സിൽ കിട്ടി, അതുമായിട്ട് നിന്നു. പക്ഷെ അതോടൊപ്പം ഒരു നൈറ്റ് കോളേജിൽ ചേരാനും പഠിക്കാനും കർത്താവ് കൃപ ചെയ്തു. അനുഭവസാക്ഷ്യത്തിലോട്ട് പോലും ഒരുപാടുണ്ട്. കാര്യം എന്നെ സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടു. തിരിച്ചെടുത്തു കഴിഞ്ഞ ഉടനെ വാര്യാപുരം യോഹന്നാച്ചായൻ എന്ന കർത്താവിൻ്റെ ദാസൻ എന്നോടൊരു ദൂത് പറഞ്ഞു. ഞാൻ 1-2 ദൂതുകൾ ഗൗരവമായി ഓർമ്മിപ്പിക്കാം. എന്നോടൊരു ദൂത് പറഞ്ഞു. ആ ദൂതിനകത്ത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരുന്നു, നിന്റെ 1ാമത്തെ ട്രാൻസ്ഫർ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിലായിരിക്കും, അവിടെ വെച്ച് ഞാൻ നിനക്ക് വിദ്യാഭ്യാസം തരും. നിന്റെ 2ാമത്തെ ട്രാൻസ്ഫർ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിലായിരിക്കും, അവിടെ വിദ്യാഭ്യാസത്തിൽ തുടരും, പക്ഷെ അവിടെ വെച്ച് ഞാൻ നിന്നെ അഭിഷേകവും ശുശ്രൂഷയും ഏൽപ്പിക്കും. നിന്റെ 3ാമത്തെ ട്രാൻസ്ഫർ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിലായിരിക്കും, അവിടെ നിന്ന് ഞാൻ നിന്നെ ലോകത്തിന്റെ തലസ്ഥാന നഗരി വരെ അയക്കുകയും അവിടെയുള്ള കണ്ടുപിടുത്തങ്ങളും ഉന്നതമായ അറിവുകളും തരികയും ചെയ്യും എന്നിത്യാദിയൊക്കെ പറഞ്ഞു. ഞാനൊരു 3 പ്രവചനങ്ങൾ എന്നോടുണ്ടായിരുന്നത് ഒന്ന് ഓർപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. ഇന്നൊരു സുവിശേഷകൻ എന്ന സ്ഥാനത്ത് നിന്ന് ആ 3 പ്രവചനങ്ങൾക്കും ഭയങ്കര അർത്ഥമാണ്. ഒന്ന്, ഞാൻ സ്നാനപ്പെട്ട ശേഷം വീട്ടിൽ വന്നു. അന്ന് തന്നെ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് നമ്മുടെ പുരയിടത്തിനകത്തൂടെ ഒരു നടവഴിയുണ്ട്. എൻ്റെ പുരയിടം കഴിഞ്ഞു എൻ്റെ ഉപ്പാപ്പന്മാരുടെ പുരയിടങ്ങളിലേക്ക് അത് പോകും. അങ്ങനെ നടന്നു പോകുന്നൊരു നടവഴിയുണ്ട്. ആ നടവഴിയുടെ ഒരു ഭാഗത്ത് എൻ്റെ പുരയിടത്തിൽ, എൻ്റെ അപ്പൻ്റെ പുരയിടത്തിൽ ഒരു ഭാഗത്ത് ഞാനൊരു മരത്തിൽ ചാരിയിരുന്ന് കരയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും ആ വഴിയെ ഒരു മനുഷ്യൻ വന്നു. മർക്കോച്ചൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നൊക്കെ പിന്നീട് ഞാൻ കേട്ടു. ഞാൻ അദ്ദേഹത്തെ പിന്നെ കണ്ടിട്ടില്ല. അന്ന് അദ്ദേഹം എന്നോട് സംസാരിച്ചു. എൻ്റെ ഉപ്പാപ്പന്മാരിൽ ഒരാൾ അകലെ നിന്ന് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു, എന്തോ സംഭവിക്കുന്നുവെന്ന്. അദ്ദേഹമാണ് കണ്ടത് ഇത് മർക്കോച്ചനാവെന്ന് സംസാരിച്ചതെന്ന്. മർക്കോച്ചൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, കുഞ്ഞെന്തിനാ കരയുന്നത്? ഞാൻ മറുപടി പറഞ്ഞില്ല. എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്നീ കരയുന്നത് എനിക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ കരയുന്നത് എന്തിനാന്ന് അറിഞ്ഞുകൂടാ, അല്ലെ ഇയാളേതാന്ന് അറിഞ്ഞുകൂടാ. രണ്ടായാലും ഞാൻ അതിന് മറുപടി പറഞ്ഞില്ല. 2ാമത്തെ പ്രാവശ്യം അദ്ദേഹം എന്നോട് ചോദിച്ചു, കുഞ്ഞെന്തിനാ കരയുന്നത്? ഞാൻ മറുപടി പറഞ്ഞില്ല. അദ്ദേഹം പെട്ടെന്ന് അന്യഭാഷ സംസാരിച്ച് വ്യാഖ്യാനിച്ചു. എന്നോടൊരു ദൂത് പറഞ്ഞു. ഒന്ന്, കുഞ്ഞ് ഒരു പട്ടാളക്കാരനായി മാറും. 2, ലോകത്തിനു വേണ്ടിയും ദൈവത്തിനു വേണ്ടിയും കുഞ്ഞ് ഒരുപോലെ യുദ്ധം ചെയ്യും. 3, കുഞ്ഞിന്റെ കാലത്ത് ഒരു ഉണർവുണ്ടാകും. 4, കുഞ്ഞ് ആ ഉണർവിന്റെ ഭാഗമാകും.
ഈ 4 കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നു. വേറെ എന്തൊക്കെ പറഞ്ഞു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ട് പോയി. ഞാൻ ഒരു പട്ടാളക്കാരനായി, ഞാൻ ലോകത്തിന് വേണ്ടി പട്ടാളക്കാരനായി, ദൈവത്തിന് വേണ്ടി പട്ടാളക്കാരനായി. രണ്ടിനകത്തും ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ കൃപയാൽ കർത്താവ് ഇടയാക്കി. ഓരോ ശത്രു വരുമ്പോഴും എന്നെ കാണാതെ പോകാറില്ല. കാര്യം പട്ടാളക്കാരനെ കാണാതെ ശത്രു രാജ്യത്ത് കയറത്തില്ലല്ലോ. അങ്ങനെ ആത്മീയത്തിനെതിരെ ഓരോ ശത്രു വരുമ്പോഴും എന്നെ കണ്ടേച്ചേ കയറാറുള്ളൂ. എന്നെപ്പോലെ മറ്റു പട്ടാളക്കാരും ആത്മലോകത്തിലുണ്ട്, അവരെയും കാണാറുണ്ട്. അങ്ങനെ ഞങ്ങളെ കണ്ടേച്ചേ പോകാറുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ പ്രാവശ്യം വരിയവരെ യോഹന്നാച്ച എൻ്റെ ദൂതായിരുന്നു. എൻ്റെ ട്രാൻസ്ഫർ ഒന്നാമത്തേത് കൽക്കട്ടയിൽ, രണ്ടാമത്തേത് കൽക്കട്ട എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗം, പക്ഷെ അത് കൽക്കട്ടയിലാണ് ഞാൻ പോയത്. 2 ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗം, അത് രാജസ്ഥാനിലാണ് ഞാൻ പോയത്. 3 തലസ്ഥാന നഗരി, അത് ഡൽഹിയാണ്. അവിടെ നിന്ന് ഞാൻ ലോകത്തിന്റെ തലസ്ഥാനത്തേക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി അയക്കും. അങ്ങനെ ഞാൻ വാഷിങ്ടൺ DC-യിലും മെരിലാൻഡിലുമായിട്ട് എൻ്റെ ഹയർ സ്റ്റഡീസ് ചെയ്യുവാൻ ഇന്ത്യൻ ഗവൺമെന്റ് പിന്നത്തേതിൽ എന്നെ അയച്ചു. എല്ലാം തന്നെ എനിക്ക് അനുഗ്രഹമായി മാറി. നീ 10ാം ക്ലാസ് പാസ്സാകത്തിൽ 7 കൊല്ലം എഴുതിയാൽ എന്നെ ശപിച്ച ശാപം അങ്ങ് ഫലിച്ചു ദൈവത്തിന്റെ കരുണയാൽ. ഞാൻ പറഞ്ഞല്ലോ, രക്ഷിക്കപ്പെടാത്ത ഒരാളിന് എന്നെ ശപിക്കാൻ എന്ത് റൈറ്റ്? മാത്രമല്ല, കാരണം കൂടാത്ത ശാപം എവിടെ ഫലിക്കാൻ? അങ്ങനെ ദൈവത്തിന്റെ കരുണയാൽ ഞാൻ ഒത്തിരി ഉയരുവാൻ അതെല്ലാം കാരണമായി തീർന്നു. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടതായത്. എൻ്റെ ബാല്യകാലം അതായിരുന്നു. പക്ഷേ തുടർന്ന് എൻ്റെ വിവാഹപ്രായമായി, വിവാഹം കഴിഞ്ഞു. എൻ്റെ വൈഫ് ദൈവത്തിൻ്റെ കൃപയാലധികം ജോലി ചെയ്തിട്ടില്ല. ഞങ്ങൾ ഒരു വീടായിട്ട് കഴിഞ്ഞു. ഒരു കുടുംബത്തിന് ചെലവഴിക്കാനുള്ള ശമ്പളം അന്നും എനിക്കുണ്ടായിരുന്നു. ഇന്ന് ദൈവത്തിൻ്റെ കൃപയാൽ ആവശ്യത്തിനുണ്ട്. കർത്താവ് ഞങ്ങൾക്ക് തന്നു. അങ്ങനെ നടന്നു പോകുന്നു. ഇതാ ഒരു സെൽഫ് ഇൻട്രഡക്ഷനും എനിക്ക് തോന്നുന്ന ആദ്യത്തെക്കുറിച്ചുള്ള ഒരു സാമാന്യമായ വിശദീകരണം. ഓക്കെ, താങ്ക് യു അങ്കിളെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ബാല്യകാലത്തിൽ ഒരുപാട് ഓർമ്മകളും, ഒരു മർത്തോമ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് കർത്താവിനെ കണ്ടുമുട്ടാനിടയായി തീർന്നതായ ആ ബാല്യകാലത്തിലെ ഒരുപാട് ആ നല്ല അനുഭവങ്ങൾ പറയുകയുണ്ടായി. ആ ഒരു ഇൻട്രൊഡക്ഷൻ തന്നെ ധാരാളം മതി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് എങ്ങനെ ആ വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ്. ആകട്ടെ, ഇന്ത്യൻ വ്യോമസേനയിൽ ചെന്നതിന് ശേഷം കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ആ സുവിശേഷ യാത്രയിലേക്ക് ഉള്ളതായ ഒരു ടേണിംഗ് പോയിന്റ് എങ്ങനെയായിരുന്നെന്ന് ഒന്ന് പറയാമോ? പക്ഷേ ഞാൻ രക്ഷിക്കപ്പെടുന്നത് 11ാമത്തെ വയസ്സിലാണ്. അതിനു ശേഷം പരസ്യമായിട്ട് യേശുവിനെ രക്ഷിതമായി സ്വീകരിച്ചു എന്നുള്ളത് പറഞ്ഞ അന്ന് മുതൽ ഒരൊറ്റ ദിവസം പോലും എവിടെയെങ്കിലും സുവിശേഷം പറയാതെ ഞാൻ ഇരുന്നിട്ടില്ല. അന്നു മുതൽ ഇന്ന് വരെ ഒരാരാധന മുടക്കിയിട്ടില്ല. അത് എയർഫോഴ്സിൽ ചെന്ന സമയത്തും അങ്ങനെ തന്നെയായിരുന്നു. ആരോടെങ്കിലുമൊക്കെ സുവിശേഷം പറയുമായിരുന്നു. മാത്രവുമല്ല, വല്ലപ്പോഴും ഇരുന്ന് ബൈബിൾ വായിക്കുന്നതൊക്കെ എൻ്റെ കൂട്ടുകാർ കാണുമായിരുന്നു. അതുകൊണ്ട് അവരെന്നെ ഭക്തൻ എന്ന് വിളിച്ചിരുന്നു. ഭക്തൻ എന്ന് വിളിച്ചത് കൊണ്ട് എനിക്ക് അങ്ങോട്ട് പറയാനും റൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഭക്തിമാർഗം എന്തോ ആണെന്ന് എന്നെ ഭക്തൻ എന്ന് വിളിക്കുന്നവരോട് പതുക്കെയെങ്കിലും പറഞ്ഞു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു. ഞാനൊരു പ്രധാനപ്പെട്ട സംഭവം ഓർക്കുന്നുണ്ട്. എൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടി ഞാൻ പോയി ആദ്യത്തെ 3 മാസത്തേക്ക് ക്യാമ്പിൻ്റെ വെളിയിൽ പോകാൻ അനുവാദമില്ലായിരുന്നു. അപ്പോൾ ഈ 3 മാസം എനിക്ക് ആരാധനയിൽ പങ്കെടുക്കാൻ ഒക്കാതെ വരും. അതെൻ്റെ മനസ്സിൽ വലിയ ഭാരമായിരുന്നു. പക്ഷെ ഒരു ദിവസം രാത്രിയിൽ ഒരു 2-3 ദിവസത്തേക്കകം ഞാൻ എയർഫോഴ്സിൽ കയറി 2-3 ദിവസത്തേക്കകം ക്യാമ്പിനകത്തിരുന്നാൽ ഒരു ഡ്രമ്മടിയും പാട്ടും കേൾക്കാമായിരുന്നു. അപ്പൊ ഇതെവിടെയാണെന്ന് ചെവി വട്ടം പിടിച്ച് ഞാൻ പതുക്കെ ഫെൻസിങ്ങിന്റെ അടുക്കൽ വരച്ചത്. ഫെൻസിങ്ങിന്റെ അകത്തിരുന്നും കൊണ്ട് വെളിയിൽ നിന്ന് ശബ്ദം വരുന്നത് കേൾക്കാം. ഞാൻ ഓരോ ഞായറാഴ്ചകളിലും സഭാരാധനയുടെ സമയത്ത് ഒരു 9:45 മുതൽ നട്ടറ വെയിലത്ത് ആ ഫെൻസിങ്ങിന്റെ അടുക്കൽ പോയിരുന്ന്, ക്യാമ്പിന്റെ പുറത്തിറങ്ങാൻ എനിക്ക് അനുവാദമില്ലെങ്കിലും എൻ്റെ ഒരു ചെവി ക്യാമ്പിന്റെ വെളിയിലേക്ക് ഇട്ട് ആ ഫെൻസിങ്ങിനകത്തിരുന്ന് ഒരു ചെവി വെളിയിലോട്ടിട്ട് ആരാധന തീരുന്നത് വരെ, ഏറെക്കുറെ 1 മണി വരെ ആ നട്ടറ വെയിലത്ത് ഇരിക്കുമായിരുന്നു. എന്നാൽ 2.5 മാസം കഴിഞ്ഞതോടെ എനിക്ക് വെളിപ്പനയുടെ അനുവാദം പ്രത്യേകമായിട്ട് കിട്ടി. അന്ന് ഞാൻ പോയി ആ ചർച്ച് കണ്ടുപിടിച്ചു. അത് ഒരു തമിഴ് ചർച്ചായിരുന്നു. അവിടുത്തെ കർത്താവദാസനെ ഞാൻ പരിചയപ്പെട്ടു. അങ്ങനെ യൂണിഫോം ഇട്ടുകൊണ്ട് ഒരാൾ അവിടെ ചെന്ന്, യൂണിഫോമിൽ അന്നും വെളിയിപ്പാൻ പറ്റുള്ളൂ, യൂണിഫോം ഇട്ടുകൊണ്ട് ഒരാൾ അവിടെ ചെന്ന് അദ്ദേഹത്തെ കണ്ടതൊക്കെ അദ്ദേഹത്തിന് വലിയ സന്തോഷമായിരുന്നു. അദ്ദേഹം മരിക്കുന്നത് വരെ, താൻ ഇന്ന് ജീവനോടില്ല, അദ്ദേഹം മരിക്കുന്നത് വരെ ഞങ്ങൾ തമ്മിൽ ആത്മാർത്ഥ സ്നേഹിതരായിരുന്നു. ഇന്നും അദ്ദേഹത്തിൻ്റെ കുടുംബം എനിക്കറിയാം. അങ്ങനെ ഞാൻ ആരാധനയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നു. എൻ്റെ അടുത്ത് വരുന്ന സ്നേഹിതന്മാരെല്ലാം എന്നോട് തർക്കിക്കാൻ വരുമായിരുന്നു. കാര്യം എന്നെ ഭക്തൻ എന്ന് വിളിച്ചു. എയർഫോഴ്സിൻ്റെ ഒരു പാറ്റേൺ അതാ. ഒരാൾ ഒരല്പം അവരുടെ കൂടെ കള്ളു കുടിക്കാൻ പോകുന്നില്ല, അവരുടെ കൂടെ നടക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഭക്തൻ എന്ന് അവർ കാറ്റഗറൈസ് ചെയ്യും. ഭക്തനെന്ന് വിളിച്ചിട്ട് പുറകോട്ട് മാറിയില്ലേ ഒടുവിൽ അച്ഛനെന്നാകും. അങ്ങനെ എന്നെ അച്ഛൻ മറീസ് എന്ന് വിളിച്ചത് കുറെ നാള്. അപ്പൊ ഞാൻ കുറച്ചുകൂടെ ഈസി ആയിട്ട് വാക്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു. ഒരാളിനോടെങ്കിലും സുവിശേഷം പറയാത്ത ഒരു ദിവസം പോലും ഇല്ലായിരുന്നു. നെവർ വൺ. അപ്പൊ അതിനൊരു വഴിത്തിരിവല്ലായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന വഴിയിൽ തന്നെ ഞാൻ അങ്ങ് പോവുകയായിരുന്നു.
ഈ അച്ഛനെന്ന് വിളിച്ചിട്ട് ഒക്കാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ബിഷപ്പ് എന്നാക്കും. അങ്ങനെ ഞാൻ പിന്നെ ബിഷപ്പ് വർഗീസ് ആയിരുന്നു, വർഗീസ് തിരുമേനിയായി മാറി. കുറെ നാൾ അങ്ങനെ നടന്നു. അവിടെയും കൊണ്ടൊക്കാതെ ഒന്നുകൂടി അവരെന്നെ ദെയ്യം വർഗീസ് എന്ന് വിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അത് പട്ടാളത്തിന്റെ അക്കാലത്തെ പട്ടാളത്തിലെ ഒരു ചിട്ടയാണ്, അല്ലെ അങ്ങനെ ഒരു പ്രമാണമാണ്. പക്ഷെ എൻ്റെ അടുക്കൽ വന്നവരോടെല്ലാം ഞാൻ സുവിശേഷം പറയുകയും എനിക്ക് വെളിയിൽ പോകാൻ അവസരം കിട്ടുന്ന മുഴുവൻ സമയങ്ങളിലും വെളിയിൽ പോവുകയും പരസ്യങ്ങളിൽ പങ്കെടുക്കുകയും ഒക്കുന്നിടത്തോളം മീറ്റിങ്ങുകളിൽ അല്പസ്വല്പമായി ദൈവവചനം ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്തു. എനിക്ക് തോന്നുന്നു എയർഫോഴ്സ് ക്യാമ്പിനകത്ത് തന്നെ പല മീറ്റിങ്ങുകൾ ആരംഭിക്കാൻ, ആ കാലത്തേക്ക് അത് ഒത്തിരിയും കൂടി ഈസി ആയിരുന്നു, പല മീറ്റിങ്ങുകൾ ആരംഭിക്കാൻ കഴിച്ചു. എൻ്റെ ഓഫീസേഴ്സ് എന്നെ സഹായിച്ചു. അതൊക്കെ ദൈവത്തിൻ്റെ വലിയ വലിയ വഴിയായിരുന്നു. അപ്പൊ അവരും എന്നോട് പറഞ്ഞിടാ, മോഷ്ടിക്കാതെയും മറ്റൊരുത്തൻ്റെ കവർന്നെടുക്കാതെയും ഇന്ത്യ ആഗ്രഹിക്കുന്ന നിയമപ്രകാരം ഒരുത്തൻ ജീവിക്കുന്നെങ്കിൽ അത് തന്നെ വലിയ ഡിസിപ്ലിന് ഞങ്ങൾക്ക് താല്പര്യമാണെന്ന് പറയുകയും അങ്ങനെ എന്നെ അവർ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു. എനിക്ക് കഴിവുള്ളിടത്തോളം എൻ്റെ ഓഫീസേഴ്സ് ഞായറാഴ്ച ആരാധനയ്ക്ക് പോകത്തക്കതുപോലെ ഈവനിങ് മീറ്റിങ്ങുകളിൽ സൗകര്യമുള്ളിടത്ത് പോകത്തക്കപോലെ ഒക്കെ അവർ തന്നെ ക്രമീകരണം തന്നിരുന്നു. അങ്ങനെയാണ് 18 വർഷം ഞാൻ പോയത്. പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിലും അതും ഓർക്കുന്നുണ്ട്. എയർഫോഴ്സിലായിരുന്നപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കൊന്ന് എയർഫോഴ്സ് ലൈഫ് തീരുന്നത് വരെയും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു നല്ല അളവിൽ. ഈ പഠിക്കുന്നതിനകത്തെല്ലാം എനിക്ക് ആവശ്യമുള്ള എല്ലാ ഫെസിലിറ്റിയും എൻ്റെ ഓഫീസേഴ്സ് തരുന്നുണ്ടായിരുന്നു. നൈറ്റ് കോളേജിൽ പോകാനും വരാനും അതിനാവശ്യമുള്ള ഈവൻ ലേറ്റ് നൈറ്റ് ഡിന്നർ വരെ അവരെനിക്ക് വേണ്ടി കരുതിയിരുന്നു. എനിക്കെല്ലാ രാത്രിയിലൊക്കെ മീറ്റിംഗ് കഴിഞ്ഞ് വന്നാൽ എൻ്റെ പങ്ക് ആഹാരം അവിടെ വെച്ചേക്കുമായിരുന്നു മെസ്സിനകത്ത്. അത് 11 മണിക്ക് വന്നാലും മെസ്സിൽ കാണുമായിരിക്കും, എടുത്ത് കഴിച്ചാൽ മതി. അങ്ങനെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ കുടുംബമായ ജീവിതം തുടങ്ങിയതോടെ ഞങ്ങളുടെ വീട്ടിലായി. ഒരു വഴിത്തിരിവ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി വന്നില്ല, നേരത്തെ വന്ന വഴിയിൽ തന്നെ തുടർന്നതേ ഉള്ളൂ. ഓക്കെ പാസ്റ്റർ. ഓക്കെ താങ്ക് യു. വളരെ വ്യക്തമായ ഒരു മറുപടിയാണ് ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ലഭിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. തീർച്ചയായിട്ടും ആ ഒരു യാത്രയിൽ ഇങ്ങോട്ട് എയർഫോഴ്സിൽ നിന്ന് ബഥേലേജി ചർച്ചിൻ്റെ ആരംഭത്തിലേക്ക് വരുന്ന ഒരു രംഗമുണ്ട്. ബാംഗ്ലൂരിലേക്ക് വരുന്ന ആ ഒരു സാഹചര്യവും ബഥേലേജി ചർച്ച് ആരംഭിക്കാനിടയായി തീർന്നതുമായ ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് ചില കാര്യങ്ങളൊന്ന് പറയാമോ? ഏതാണ്ട് ഒരു 22 പേരെ കൊണ്ട് ആണ് ആ ബഥേലേജി ചർച്ചിൻ്റെ ആരംഭം. അത് ഇന്ന് വളർന്ന് വലുതായി ബാംഗ്ലൂർ പട്ടണത്തെ മുഴുവനും അതിന് ഒരു അനുഗ്രഹ കാരണമായി തീരത്തക്കവണ്ണം ആ ചർച്ച് ആ പട്ടണത്തിൽ പടർന്ന് പന്തലിപ്പാൻ തക്കവണ്ണോടെയായി തീർന്നു. അതിൻ്റെ ചില ചരിത്ര ഭാഗങ്ങൾ ഒന്ന് ഓർപ്പിക്കാമോ? ഞാൻ അതിനകത്ത് ഒരു വാക്ക് കറക്ഷനോടുകൂടി ആരംഭിച്ചോട്ടെ. ഞാൻ തന്നെയല്ല ബഥേൽ ചർച്ച് ആരംഭിച്ചത്. ഞാൻ വരുമ്പോൾ ഒരു ബഥേൽ ചർച്ച് ഇവിടെ ഉണ്ട്. ഞാൻ ആ ചർച്ചിലോട്ട് ജോയിൻ ചെയ്തത് മാത്രമേ ഉള്ളൂ. ഒൺലി തിങ് അന്ന് 22 അംഗങ്ങളെ ഉള്ളൂ. ഇന്ന് 1000 ഇരട്ടിയെങ്കിലും ദൈവം അതിനെ വളർത്തി. ഞാനത് പറയാം. എൻ്റെ ജീവിതം തികച്ചും പരിശുദ്ധാത്മാ ഗൈഡൻസിൽ മാത്രം പോകുന്ന ഒന്നാണ്. ലോകത്തിൽ ആര് പറയുന്നതിനേക്കാളും കൂടുതൽ ദൈവാത്മാവ് പറയുന്നതിനകത്ത് എനിക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ഞാൻ ഒരു മോനോട് ഒരിക്കൽ സംസാരിക്കുമ്പോൾ, ഒരു എക്സാമ്പിളിന് വേണ്ടി പറയും, ഞാൻ ഒരിക്കൽ ഒരു മോനോട് സംസാരിക്കുമ്പോൾ അവന് ഒരു മെഡിക്കൽ ഡോക്ടറാണ്. അവരുടെ വീട്ടിൽ 3 പിള്ളേരുണ്ട്, 3 പേരും മെഡിക്കൽ ഡോക്ടേഴ്സാണ്. ഇവരുടെ അപ്പൻ ഒരു ഹാർട്ട് സ്പെഷ്യലിസ്റ്റാണ്. ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് എന്ന് മാത്രമല്ല, അമേരിക്കയിലെ ഹാർട്ടിൽ എന്തോ ആണ് ഒരു ടോപ്പ് ലെവൽ ഗ്രേഡ് ഉള്ള ഒരാളാണ്. അവർക്ക് സ്വന്തം ഹോസ്പിറ്റലും ഒക്കെ ഉണ്ട്. ഈ മോൻ്റെ അമ്മച്ചൻ അവന് ഒരു ന്യൂറോ സ്പെഷ്യലിസ്റ്റാണ്. അദ്ദേഹത്തിന് സ്വന്തമായി ന്യൂറോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു കിളന്ന് നിൽക്കുന്ന ഫാമിലിയാണ്. ആ മോൻ എന്നോട് പറഞ്ഞു, അവൻ ഡോക്ടറാണ്, അവൻ എന്നോട് പറഞ്ഞത്, whenever I have a doubt on heart, I ask only my father because he know better than many others and he know everything of heart. When I have a problem with the nervous system, I will ask only my uncle because he has got a perfect knowledge on nervous system and I'll never ask anybody else. ഇത് എൻ്റെയും സിസ്റ്റമാണ്. ലോകത്തിൽ ആരോട് ചോദിച്ചാലും, അഭ്യസ്ത വിദ്യരോടൊക്കെ ചോദിച്ചാലും ഒരുത്തൻ ഇങ്ങനെയും വേറൊരുത്തൻ അങ്ങനെയും പറയും. ഒരുത്തൻ പറയും പൗലോസിന് 7 കപ്പലുണ്ടായിരുന്നു, മറ്റവൻ പറയും 3 കപ്പലുണ്ടായിരുന്നു, ഇനി ഒരുത്തരും 14 കപ്പലുണ്ട്. എനിക്ക് എന്നെ അറിയാം. ഈ കൂടുതൽ പഠിച്ചവരുടെ എല്ലാ അഭിപ്രായങ്ങളിൽ ഒരുപാട് വ്യത്യാസമാണ്. ഇവരോട് ആരോടും അഭിപ്രായം ചോദിക്കാതെ നേരിട്ട് ദൈവത്തോട് ചോദിച്ചാൽ ഒന്നുമില്ലാഞ്ഞ എന്നെ ഇത്രയൊക്കെ പഠിപ്പിച്ച ദൈവത്തിന് ഇനിയും പഠിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ഡിപ്പെൻഡ് ചെയ്ത ഒരു ജീവിതവും, 2 ദൈവവചനത്തെ ബേസ് ചെയ്ത ഒരു ജീവിതവുമായിരുന്നു എനിക്ക്. അങ്ങനെ പ്രവചനങ്ങളിൽ എനിക്ക് ഒരുപാട് സ്ഥാനമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രക്ഷിക്കപ്പെട്ടു അന്ന് തന്നെ എന്നോടൊരു പ്രവചനം പറയാൻ പരിശുദ്ധാത്മാവിന് തിരിഹിതമായി. പിന്നെ എൻ്റെ ജീവിതത്തെ ഒരുപാട് അത് നടത്തി. എൻ്റെ ജീവിതത്തിൽ വാര്യാവരെ യോഹന്നാച്ചായൻ പറഞ്ഞ 2ാമത്തെ ഒരു പ്രവചനമുണ്ട്. അച്ചായൻ പറഞ്ഞ 2ാമത്തെ പ്രവചനം എൻ്റെ ജീവിതത്തിൽ പ്രധാനമായി വന്ന 3ാമത്തെ പ്രവചനം അതിങ്ങനെയായിരുന്നു. അന്ന് എനിക്ക് 20 വയസ്സുണ്ട്. ഈ പ്രവചന പദങ്ങൾ എനിക്കൊന്ന് ലോകവ്യാപകമായി മലയാളി പെന്തക്കോസ്തരുടെ പ്രസിദ്ധമാണ്.
ഏത് സാഹചര്യത്തിൽ എവിടെ വെച്ച് എന്ത് പറഞ്ഞു എന്നൊന്നും ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഏറെക്കുറെ 20 വയസ്സുള്ള ഒരു സമയത്താണ് തിരുവനന്തപുരത്തുള്ള പാസ്റ്റർ PD ജോൺസന്റെ ചർച്ചിൽ ഞാനൊരു മീറ്റിങ്ങിന് പോയി. ഞാനന്ന് ഓൾറെഡി എംപ്ലോയിഡാണ് എയർഫോഴ്സിൽ നിന്നൊരു അവധി ചെന്നിട്ടാണ് അവിടെ പോകുന്നത്. പാസ്റ്റർ PD ജോൺസന്റെ ചർച്ചിൽ വലിയവരെയോനെ അച്ഛൻ അവിടെ വന്നിട്ടുണ്ട്. അച്ഛൻ അന്ന് എന്നോടൊരു ദൂത് പറഞ്ഞു. ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് നിന്ന് ഉണർവിന്റെ ജ്വാല കത്തി ഉയരും. അത് കത്തിച്ച് ദഹിപ്പിച്ചുകൊണ്ട് വടക്കോട്ട് യാത്ര ചെയ്യും. അതേസമയം ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് നിന്ന് നശീകരണത്തിന്റെ, അർത്ഥാൽ പീഡനത്തിന്റെ വാളുയരും. അത് വെട്ടി തകർത്തുകൊണ്ട് തെക്കോട്ട് യാത്ര ചെയ്യും. ഒരു ദിവസം ഈ വാളും ജ്വാലയും തമ്മിൽ കൂട്ടിമുട്ടും. ഈ ജ്വാല വാളിനെ ദഹിപ്പിക്കും. അന്ന് ഭാരതം സുവിശേഷീകരിക്കപ്പെടും. അതിൽ നീ ഉണ്ടായിരിക്കും. നിന്റെ ആയുസ്സിൽ അത് സംഭവിക്കും. ഒരു ഉണർവുണ്ടാവും. ഒരു ഉണർവ് ദൈവത്തിന്റെ വേല എന്നുള്ളത് അന്ന് മുതൽ, എൻ്റെ 20ാമത്തെ വയസ്സ് മുതൽ എൻ്റെ താല്പര്യമാണ്. സുവിശേഷ വേല എന്നുള്ളത് 12ാമത്തെ വയസ്സ് മുതൽ, 20ാമത്തെ വയസ്സ് മുതൽ ഉണർവ് എന്നത് എൻ്റെ താല്പര്യം. അപ്പോൾ അതിനുവേണ്ടി എൻ്റെ ജീവിതം മാറ്റിവെക്കണം എന്നൊരു താല്പര്യം എനിക്കുണ്ടായിരുന്നു. മുന്നോട്ട് പോകണം എന്നെനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ പോയ പല സ്ഥലങ്ങളിലും പുതിയ സഭകളുടെ രൂപീകരണങ്ങൾ നടന്നു. എയർഫോഴ്സിലായിരുന്ന സമയത്ത് സിസ്റ്റർ മേരി കോവൂർ എന്നോടൊരു ദൂത് പറഞ്ഞു. നിന്റെ ജീവിത സൗകര്യങ്ങൾ, പണം, സമയം എന്നിവയുടെ ആകെ തുക ചെലവഴിക്കുന്ന ഒരു ശുശ്രൂഷ നീ ചെയ്തേ മതിയാവും. ഊഷരഭൂമിയിൽ ഒഴിച്ച വെള്ളം പോലെ ഇതൊന്നും കാണത്തില്ല എന്ന് തൽക്കാലം തോന്നിയാലും എല്ലാം ഫലം കായ്ച്ചു പുറത്തു വരും. അതുപോലെ തന്നെ ഒക്കെ പുറത്തു വരുന്ന ഞാൻ കണ്ടു. ഞാൻ ഡൽഹിയിലായിരുന്ന ഒരു സാഹചര്യത്തിൽ വളരെ നിരാശ തോന്നുമാറ്, കാര്യം ഒരുപാട് അധ്വാനിച്ചിട്ടും ഒരു ആത്മാവിനെ പോലും കിട്ടുന്നില്ല എന്നൊരു നിരാശ സാഹചര്യത്തിൽ തലവടി കുഞ്ഞുമോൻ എന്ന് ഞങ്ങൾ അന്ന് വിളിച്ചിരുന്ന തോമസ് വർഗീസ് എന്നയാള് എൻ്റെ ഒരു ആത്മാർത്ഥ സ്നേഹിതനായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ആ കാലങ്ങളിൽ സഹകരിച്ചു. എന്നോട് പറഞ്ഞ ഒന്നുണ്ട്: ട്രെയിൻ പാളം മാറി ഓടും, റോക്കറ്റ് സ്റ്റേജുകൾ മാറി കത്തും. ഇതുപോലെ നിന്റെ പാളം മാറും, സ്റ്റേജുകൾ മാറും. അതുകൊണ്ട് ഒട്ടും ഉദാസീനത വിചാരിക്കാതെ കിട്ടിയ സ്പീഡിൽ ഓടിക്കോളാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ സുവിശേഷതയിലേക്ക് വേണ്ടിയുള്ള ഒരുപാട് പ്രചോദനങ്ങൾ കിട്ടിയതുകൊണ്ട് ഞാൻ നന്മയും തിന്മയും ഒന്നും നോക്കാറില്ലായിരുന്നു. അങ്ങനെ പോകുമായിരുന്നു. പലപ്പോഴും ഒരു ദിവസം ആഹാരം കഴിക്കാതെ വേലയ്ക്ക് വേണ്ടി എനിക്ക് ഡ്യൂട്ടി ഉണ്ടാവും. ഡ്യൂട്ടി കഴിഞ്ഞ് എൻ്റെ ബെഡും ഒക്കെ ചുരുട്ടി ഡ്യൂട്ടി സ്ഥലത്ത് തന്നെ വെച്ചേച്ച്, അല്ലെ എൻ്റെ എല്ലാം അവിടെ തന്നെ വെച്ചേച്ച് നേരെ അവിടുന്ന് പല്ലുമൊക്കെ തേച്ച്, പല്ല് തേക്കാനുള്ളത് കൊണ്ടാണ് പോകുന്നത്, പല്ല് തേച്ചേച്ച് നേരെ അവിടുന്ന് സഭായോഗത്തിന് പോകും. അന്ന് രാത്രിയിലത്തെ മീറ്റിംഗും കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ശനിയാഴ്ച വൈകിട്ട് ആഹാരം കഴിച്ചു പോയതാണ്. പിന്നെ ഞായറാഴ്ച വൈകിട്ട് വരുമ്പോൾ ഒന്നും കാണുകയുമില്ല, കാരണം അതുപോലെ ലേറ്റ് ആയിപ്പോൾ. അങ്ങനെയൊക്കെ ഞാൻ എന്നാലും ഒരു മീറ്റിംഗ് കളഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് എനിക്കത് ഈസിയായി സാധിച്ചു. പല സഭകൾ പലയിടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടു. അവസാനം 1980 നിന്നെ ആദ്യമേ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിലേക്ക് അയക്കും. രണ്ടാമത് വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിലയക്കും. അവിടെ നിന്ന് ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ കൊണ്ടുവരും. അവിടെ നിന്ന് ലോകത്തിന്റെ തലസ്ഥാന നഗരിയിലേക്ക് അയച്ച് അവിടെയുള്ള കണ്ടുപിടുത്തങ്ങളും ശാസ്ത്രങ്ങളും യുദ്ധഗതികളെ നിയന്ത്രിക്കുന്ന ഉപകരണങ്ങളെക്കുറിച്ചും നിന്നെ പഠിപ്പിക്കും. ഒടുവിൽ തെക്കോട്ട് മാറ്റി ജോലിയിൽ നിന്നും വിടർത്തി ശുശ്രൂഷയിൽ നിർത്തും. ഇതായിരുന്നു തൻ്റെ ദൂത്. എൻ്റെ ഒടുവിലത്തെ ട്രാൻസ്ഫർ ദൈവത്തിന്റെ കരുണയിൽ എനിക്കതൊരു ചോയ്സ് പോസ്റ്റിംഗ് ആയിരുന്നു. എങ്ങോട്ട് ട്രാൻസ്ഫർ വേണമെന്ന് ഒരു ചോയ്സ് കൊടുക്കാൻ പറഞ്ഞു. തെക്കേ ഇന്ത്യക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ആക്ച്വലി പറഞ്ഞത് കൊച്ചിക്ക് കിട്ടുമെങ്കിൽ കൊച്ചിക്ക് വേണമെന്നുള്ളതായിരുന്നു. പക്ഷെ എനിക്ക് കൊച്ചിക്ക് കിട്ടിയില്ല. അതിന് പകരമായിട്ട് ഒരു ബാംഗ്ലൂരിലാണ് എനിക്ക് തന്നത്. ബാംഗ്ലൂർ ഞാനിവിടെ ജോലിയോടുകൂടെ വന്നു. ഞാനിവിടെ ജോലിയോടുകൂടെ വന്നപ്പോൾ ഒരു ചർച്ചിനകത്ത് ഞാനൊരു ഒരു വിശ്വാസിയായി ചേർന്നു. അങ്ങനെ ഇൻസിഡൻ്റ് അസംബ്ലീസ് കൊണ്ടിൻ്റെ ചർച്ച ആയിരുന്നു. എനിക്ക് ഇങ്ങനെ ഒരു ചർച്ച് മെമ്പർഷിപ്പ് എന്നുള്ളത് ഒരു വലിയ ഒരു കാര്യമൊന്നും അല്ലായിരുന്നു. ഞാനിവിടെ വന്നു. ഇവിടെ ന്യൂഡൽഹിയിലായിരുന്നപ്പോൾ IPCയുടെ ചർച്ചിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അതിന് അടുത്തുണ്ടായിരുന്ന ചർച്ച അതാ. രാജസ്ഥാനിലായിരുന്നപ്പോൾ അങ്ങനെ ഒരു ചർച്ച ഇല്ലായിരുന്നു. അവിടെ ഒരു ഇൻഡിപെൻഡന്റ് ചർച്ച ഉണ്ടായിരുന്നു. ഒരു കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ക്യാമ്പിനകത്തൊരു സർവീസ് ആരംഭിക്കാനിടയായി. പിന്നെ അതങ്ങ് വളർന്നൊരു സഭയായി മാറി. വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പൊന്നും ഇല്ലായിരുന്നു. എനിക്ക് അവിടെ ഏറ്റവും അടുത്ത് കിട്ടുന്ന ഏത് ഗ്രൂപ്പോ അവരോട് ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ ബാംഗ്ലൂർ വരുമ്പോൾ സ്ഥിതി അല്പം കൂടെ വ്യത്യാസമായിരുന്നു. 1981 ഞാൻ ബാംഗ്ലൂരിലേക്ക് ട്രാൻസ്ഫർ ആയി വരുന്നത്. ട്രാൻസ്ഫർ ആയി വരുമ്പോൾ സിസ്റ്റർ മേരി കോവൂർ എന്നോട് ദൂത് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു സഭയിലേക്ക് അയക്കും. ഞാനതിൻ്റെ ലക്ഷണങ്ങൾ പറയുന്നില്ല, ഒത്തിരി വിശദീകരണത്തിന് അപ്പുറത്താവും. ഇന്ന ലക്ഷണങ്ങളുള്ള ഒരു സഭയിലേക്ക് അയക്കും. നീ അതൊരു ശുശ്രൂഷകനായി മാറും. 1983 ആ വാചകം ഭയങ്കരം. 81 ദൂതായത്. 1983 ജൂൺ മാസത്തിന്റെ 1ാമത്തെ ഞായറാഴ്ച നിന്നെ ഒരു പുതിയ സഭയിലേക്ക് അയക്കുകയും അവിടെ നീ ചുമതല ഏറ്റെടുക്കുകയും ചെയ്യും. തുടർന്ന് ഒരു ഉണർവ് വെളിപ്പെടും.
ഞാൻ നിന്നെ ഉണർവിന് വേണ്ടി കണ്ടു, നീ ഒരു ഉണർവിന് വേണ്ടി നിൽക്കും. അങ്ങനെ 1983 മെയ് മാസത്തിന്റെ 2ാമത്തെ ആഴ്ചയിൽ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ സൂപ്രണ്ട് എന്നെ വിളിച്ചു, ഡിസ്ട്രിക്റ്റിന്റെ സൂപ്രണ്ട് എന്നെ വിളിച്ചു, ഡോക്ടർ TC ജോർജ്. അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, ഇന്ന് ഞാനായിരിക്കുന്ന ബഥേൽ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൽ ഒരു ശുശ്രൂഷകന്റെ ആവശ്യമുണ്ട്. അവിടെ ഒരാളുണ്ട്, പാസ്റ്റർ TP വർഗീസ് എന്നയാളാണ് അവിടെ ഉള്ളത്. പക്ഷെ അദ്ദേഹം പോവുകയാണ്. അദ്ദേഹം പോകുമ്പോൾ ചുമതലയേക്കാൻ വേണ്ടി ഒരാളിനെ വേണം. അതുകൊണ്ട് നിനക്ക് അവിടേക്ക് പോകാമോ? ഞാൻ പറഞ്ഞു, ഞാൻ പോകാം. എന്നാ പോകേണ്ടത്? അദ്ദേഹം പറഞ്ഞു, മെയ് മാസത്തിന്റെ ഒടുവിലത്തെ ആഴ്ചയിൽ പോകണം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാർ ജൂൺ മാസം ആദ്യത്തെ ആഴ്ച എന്നാണ് ഞാൻ കണക്ക് കൂട്ടിയിരിക്കുന്നത്. കാര്യം എന്നോട് പറഞ്ഞത് അങ്ങനെ, 1983 ജൂൺ മാസത്തിന്റെ ആദ്യത്തെ ഞായറാഴ്ച ഞാൻ നിന്നെ ഒരു പുതിയ സ്ഥലത്ത് ആക്കും എന്നാ പറഞ്ഞത്. ഞാനിപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ജൂൺ മാസം ആദ്യത്തെ ആഴ്ച എന്ന പ്രതീക്ഷ. എന്നോട് പറഞ്ഞു, അങ്ങനെയല്ല, മെയ് ലാസ്റ്റ് വീക്ക് പോകണം, അവിടെ പോയിട്ട് നീ അവിടുത്തെ പാസ്റ്ററെ കാണണം, കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. മെയ് മാസത്തിന്റെ അവസാനത്തെ ഞായറാഴ്ച വരാൻ തീരുമാനിച്ചു. തമ്മിലൊരു 5 ദിവസത്തിന്റെ ഗ്യാപ്പേ ഉള്ളൂ. അതിപ്പോൾ ഒരു സാരമുള്ള കാര്യമല്ല എന്ന് ഞാൻ ഓർത്തു. അങ്ങനെ വരാൻ തീരുമാനിച്ചു. പക്ഷെ ആ ശനിയാഴ്ച രാത്രിയിൽ എനിക്കൊരു ഇൻഫർമേഷൻ വന്നു, വരണ്ട, വേറൊരു പാസ്റ്ററെ ഇവിടത്തേക്ക് ആക്കിയിട്ടുണ്ട്. എനിക്ക് ബൈബിൾ സ്കൂൾ ബാക്ക്ഗ്രൗണ്ട് ഇല്ലല്ലോ. അപ്പോൾ ബൈബിൾ സ്കൂൾ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഈ ബാംഗ്ലൂരിലൊക്കെ മിക്കവാറും പാസ്റ്റേഴ്സ്, ഒത്തിരി പാസ്റ്റേഴ്സ് PhD-കാരാ അസംബ്ലീസ് ഓഫ് ഗോഡിൽ, നല്ല ലെവലുള്ളവരാ. അപ്പോൾ ബൈബിൾ സ്കൂളിൽ പോകാത്ത നിന്നെ വേണ്ട എന്നൊരാശയത്തിലാണ് പറഞ്ഞത്. വേറെ ആൾ കിട്ടി, അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മെയ് മാസത്തിൽ വന്നില്ല. ജൂൺ മാസത്തിൽ നോക്കാം, ദൈവത്തിന്റെ വഴി എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് മറ്റേ പാസ്റ്റർ വന്നുമില്ല, സഭായോഗം നടന്നുമില്ല. തിങ്കളാഴ്ച രാവിലെ ഇവിടുത്തെ സെക്രട്ടറി എന്നെ വിളിച്ചു ചോദിച്ചു, എന്താ വരാഞ്ഞ്? ഞാൻ പറഞ്ഞു, വരണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞയച്ചു എന്ന് പറഞ്ഞു. അതൊരു അബദ്ധം പറ്റിപ്പോയതാണ്, ദയവായിട്ട് വരണം. അങ്ങനെ ജൂൺ മാസം 1ാമത്തെ ഞായറാഴ്ച ഞാൻ വന്ന് ചുമതലയേറ്റു. അന്ന് 22 അംഗങ്ങളായിരുന്നു. പക്ഷെ പാസ്റ്റർ TP വർഗീസ് അക്കാര്യത്തിൽ എന്നോട് അല്പം ലിബറലായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലും നടത്തിപ്പിലും പൊക്കൊള്ളാൻ അദ്ദേഹം അനുവദിച്ചു. ഞാനൊരു കാര്യം തീർത്തു പറഞ്ഞു, പരിശുദ്ധാത്മാവ് എന്നെ നയിക്കുന്നത് പോലെ അല്ലാതെ ഞാൻ പോകത്തില്ല. ഒരു ദിവസം 15 മിനിറ്റ് ലേറ്റ് ആയിട്ട് ആ സർവീസ് പിരിച്ചുവിടാൻ തോന്നുന്നതെങ്കിൽ അത്രേ ചെയ്തു. ഒരു ദിവസം 15 മിനിറ്റ് എക്സ്ട്രാ പ്രസംഗിക്കണം എന്ന് തോന്നിയാൽ അങ്ങനെ, 20 മിനിറ്റ് കുറച്ചാണെന്ന് തോന്നിയാൽ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യും. അത് ആത്മാവിന്റെ നടത്തിപ്പായിരിക്കും. അദ്ദേഹം അത് അനുവദിച്ചു. അന്ന് 22 അംഗങ്ങൾ ഉണ്ടായിരുന്ന ഞങ്ങള് ദൈവത്തിന്റെ കൃപയാൽ ഒത്തിരി വളം. ഇതൊക്കെ പരസ്യമായിട്ട് പറയുന്നത് പിശാചിന് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അവന് ഒത്തിരി ശല്യങ്ങൾ ചെയ്യും. അതുകൊണ്ടാണ് പാസ്റ്ററെ ഞാൻ പലപ്പോഴും പലതും പരസ്യമായി പറയാത്തത്. എൻ്റെ കൈകൊണ്ട് 2000 മുമ്പേ ഒരു 86,000 പേരെ സ്നാനപ്പെടുത്താൻ ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ മാത്രം ദൈവം കൃപ ചെയ്തു. അത് ഒരാൾ സ്നാനപ്പെടുക എന്നുള്ളതിനകത്ത് യേശുക്രിസ്തു പഠിപ്പിച്ച മെത്തേഡ്, നിങ്ങൾ പോകുമ്പോൾ 1 അശുദ്ധാത്മാക്കളെ പുറത്താക്കുക, 2 രോഗികളെ സൗഖ്യമാക്കുക, 3 ദൈവരാജ്യം സമീപിച്ചു എന്ന് പ്രസംഗിക്കുക. ഈ 3 ഒരുമിച്ചേ പോകാവൂ. അല്ലെങ്കിൽ മുൻഗണന അശുദ്ധാത്മാക്കളെ പുറത്താക്കുന്നതിന്. അത് 2ഉം ചെയ്യാത്ത ഒരാളിനോട്, ചെയ്യാത്ത ഒരു സ്ഥലത്ത് സ്നാനം പറയണമെന്ന് റൈറ്റ് ഇല്ല എന്ന് എനിക്ക് തോന്നി. എൻ്റെ മെത്തേഡ് ഇതായിരുന്നു. ആ മെത്തേഡിലേക്ക് ദൈവം ആളുകളെ കൊണ്ടുവന്നു. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു 200 പേര് സ്നാനപ്പെട്ടതോടുകൂടെ ഞാൻ ഇവിടെ നിന്ന് മാറാൻ തീരുമാനിച്ചു എന്നുള്ളതല്ല. ഞാനൊന്ന് സെക്യുലർ ജോലി ചെയ്യുന്നുണ്ട്. എയർഫോഴ്സിൽ നിന്ന് വിട്ട ശേഷം ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തു. പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന് വീണ്ടും സമയത്തിന്റെ പ്രയാസം ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് കൂടുതൽ സമയം ചർച്ചിന് വേണ്ടി എടുക്കാൻ ഒക്കാത്തത് കൊണ്ട് അവിടെ ഞാൻ റിസൈൻ ചെയ്തു. പ്രൈവറ്റ് കമ്പനിയിൽ ഞാൻ ചേർന്ന ദൈവത്തിന്റെ വലിയ കൃപയാൽ ഒരു പ്രൊഡക്ഷൻ മാനേജർ എന്ന പോസ്റ്റിലാണ്. പ്രൊഡക്ഷൻ മാനേജർ എന്ന പോസ്റ്റ് ചെയ്തു. എൻ്റെ സെക്ഷനിൽ ആ പ്രൈവറ്റ് കമ്പനി ചെയ്തതാണ് അൾട്രാസോണിക് പൾസ് ഇന്റർഫെറോമീറ്റർ എന്ന് പറയുന്ന മീറ്റർ. ഇന്ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയും കേരള യൂണിവേഴ്സിറ്റിയും ഉപയോഗിച്ച ആ സാധനം ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. അവിടെ കേരള യൂണിവേഴ്സിറ്റി കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്ത കൂട്ടത്തിൽ ഞാനും കൂടെ പോയിരുന്നു. ഞാൻ ഇവിടുത്തെ പ്രൊഡക്ഷൻ മാനേജറായിരുന്നു. എന്നാൽ ഇൻസ്റ്റലേഷന് വേണ്ടി ഞാൻ കൂടെ പോയിരുന്നത്. അവിടെ അത് ചെയ്തു. ഒരു നല്ല പോസ്റ്റിലാണ് ജോലി ചെയ്തു. എന്നാൽ ചർച്ചും അതും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാൻ പ്രയാസമാണെന്നുള്ളത് കൊണ്ട് ഞാൻ ആ ജോലി റിസൈൻ ചെയ്തു. ഞാൻ ആ ജോലി റിസൈൻ ചെയ്താൽ മാസങ്ങൾക്കെങ്ങും വീണ്ടും എനിക്ക് വന്ന് 2 മാസത്തിനകം എന്നെ വീണ്ടും സെൻട്രൽ ഗവൺമെന്റ് വിളിച്ച് ഒരു R&D ഓർഗനൈസേഷനിൽ, ഡിഫൻസ് ഓഫ് ഇന്ത്യയുടെ വക ഒരു R&D ഓർഗനൈസേഷൻ്റെ DRDOയുടെ ഒരു യൂണിറ്റാണ്. ആ യൂണിറ്റിൽ എന്നെ ഒരു ജൂനിയർ സയന്റിസ്റ്റ് ആയിട്ട് നിയമിച്ചു. അപ്പം എനിക്ക് എൻ്റെ ആവശ്യത്തിനുള്ള ശമ്പളവും കിട്ടും, ആവശ്യത്തിന് ഫ്രീ ടൈമും കിട്ടും, ഒരു നല്ല പോസ്റ്റുമാണ്. എനിക്കൊന്ന് കുറച്ച് എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്താൻ അതെൻ്റെ വലിയ താല്പര്യത്തിലൊന്നായിരുന്നു. അതിനൊക്കെ നടത്താനുള്ള സാധ്യതയുണ്ടായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് ദൈവം എനിക്ക് കൃപ ചെയ്തു. അല്ല, ഇന്നിപ്പോൾ തിരിഞ്ഞാലോചിക്കുമ്പോൾ ദൈവത്തിൻ്റെ നടത്തിപ്പുകൾ അതിഗംഭീരമായിരുന്നു. അങ്ങനെയൊക്കെ വന്നു. അന്ന് ഒരു 200 പേരെ ക്രോസ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇവിടെ ചർച്ചയിൽ നിന്ന് മാറാം. കാര്യം 200 പേര്, അന്ന് ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ പെന്തക്കോസ്ത് ചർച്ച് 200 മെമ്പേഴ്സാണ്. ബാംഗ്ലൂരിലെ
ഏറ്റവും വലിയ ചർച്ച് 200 മെമ്പേഴ്സാണ്. അന്ന് വരെ എന്നോട് ഒരാളിനൊരു വൈരാഗ്യവും ഇല്ലായിരുന്നു. വലിയ സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാ പാസ്റ്റേഴ്സിനും അങ്ങനെ ആയിരുന്നു. 200 മെമ്പേഴ്സ് ആയി അന്ന് ഇവിടുന്ന് മാറാൻ ഞാൻ ആഗ്രഹിച്ചു. കാര്യം എന്തുകൊണ്ടോ ഒരു സെറ്റപ്പ് അങ്ങനെ 200 എന്നുള്ളത് ചർച്ചിന്റെ ഒരു ഹൈ ഫിഗറാ എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടായിപ്പോയി. ഞാൻ 200 പേരിൽ കൂടുതലുള്ള ചർച്ച് ഇല്ലെന്ന് പറഞ്ഞപ്പോഴേ സിലോൺ പെന്തക്കോസ്റ്റ് മിഷനെ ഉൾപ്പെടുത്താതാ പറഞ്ഞത്. അവരുടെ സ്ട്രെങ്ത് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 200 മേളിലാണെന്ന് ഉറപ്പാണ്. 200 മേളിലാണ്. ഒരു പക്ഷെങ്കിൽ ഒരു 400 500 മെമ്പേഴ്സ് കണ്ടെന്ന് വരാം. എനിക്ക് സൂക്ഷ്മം അറിഞ്ഞുകൂടാ അന്നത്തെ സിലോൺ പെന്തക്കോസ്റ്റ് മിഷന്റെ. പക്ഷെ അവർ മറ്റു പെന്തക്കോസ്റ്റുകാരുമായിട്ട് സഹകരിക്കുന്ന പതിവില്ലാഞ്ഞതുകൊണ്ട് ഞങ്ങളും അവരോട് വലിയ സഹകരണമില്ലായിരുന്നു. പക്ഷേ ഇതുകൊണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ നല്ല സ്നേഹിതന്മാർ സിലോൺ പെന്തക്കോസ്റ്റ് മിഷനിലുണ്ട്. ഞാൻ ആദ്യമേ എൻ്റെ ട്രെയിനിങ്ങിന് വരുന്ന സമയത്ത് സിലോൺ പെന്തക്കോസ്റ്റ് മിഷന്റെ ചർച്ചിൽ മാസങ്ങൾ ആരാധിച്ചതാണ്. മെമ്പർഷിപ്പ് ഇല്ലായിരുന്നു, പക്ഷെ മാസങ്ങൾ ആരാധിച്ചതാണ്. വേദപുസ്തകത്തിന്റെ ക്ലീൻ ഡോക്ട്രിനിൽ നിന്ന് അവർക്ക് ഒരു അല്പം വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ മെമ്പർഷിപ്പ് എടുത്തില്ല, കർത്തൃമേശ എടുത്തില്ല. അതൊഴിച്ചാൽ ബാക്കിയെല്ലാം ഞാനോട് ആരാധന. എനിക്ക് അവരോട് സ്നേഹമാണ്, ഇന്നും എനിക്ക് അവരോട് താല്പര്യമാണ്. ഐ റെസ്പെക്ട്. കാരണം എന്നേക്കാൾ കൂടുതൽ ദൈവത്തിന് വചനത്തിന്റെ പ്രിൻസിപ്പിൾസ് സൂക്ഷിക്കുന്ന പലരും അവരോടുണ്ട്, ജീവിതം സൂക്ഷിക്കുന്നവരോടുണ്ട്. അങ്ങനെയുള്ള പല കാരണത്താൽ. ഓക്കെ, ഒരാളുടെ ജീവിതമല്ല എന്നെ ഒരു വിഭാഗത്തിൽ നിന്ന് വേറൊന്നിലേക്ക് ആകർഷിച്ചത്. മാർത്തോമാ സഭയിൽ എന്തെങ്കിലും തെറ്റ് കണ്ടതുകൊണ്ടോ ആരുടെയെങ്കിലും നടപ്പ് ദോഷം കണ്ടതുകൊണ്ടോ അല്ല ഞാൻ മാറിയത്. വേദപുസ്തകത്തിന്റെ ഡോക്ട്രിനിൽ നിന്ന് വ്യത്യാസം കണ്ടതുകൊണ്ടാണ്. സിലോൺ പെന്തക്കോസ്റ്റും അതുപോലെ തന്നെ വേദപുസ്തകത്തിന്റെ ഡോക്ട്രിനുമായിട്ട് അല്പസ്വല്പം വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് തോന്നി. അല്ലെ, എനിക്ക് കിട്ടിയ ആ വെളിപ്പാട് അവർക്ക് കിട്ടാഞ്ഞതുകൊണ്ട് എന്നോട് മെമ്പർഷിപ്പ് എടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ കവിഞ്ഞ് എനിക്ക് ആരോടും പ്രയാസമില്ല. ഓക്കെ, അന്ന് ഞാനും സിസ്റ്റർ മേരി ഗോവരും കൂടെ പ്രാർത്ഥനയ്ക്കുന്നു. എന്നെ പ്രവചന ശുശ്രൂഷയിൽ ഒരുപാട് സഹായിച്ചതിൽ ഒരാളാണ് മേരി ഗോവൂർ. ആരംഭകാലങ്ങളിൽ വാര്യാപുരം യോഹന്നാൻ അച്ഛൻ അങ്ങനെയായിരുന്നു. പിന്നെ മേരി ഗോവൂർ അങ്ങനെയായിരുന്നു. തലവടി കുഞ്ഞുവൻ അങ്ങനെയായിരുന്നു. ഒരു പാസ്റ്റർ ഗീ വർഗീസ് ഉണ്ടായിരുന്നു, ചർച്ച് ഓഫ് ഗോഡിലുണ്ടായിരുന്ന ഒരു കർത്താവിൻ്റെ ദാസൻ ഡൽഹിയിലുണ്ടായിരുന്നു. 70s, ഏർലി 70s അദ്ദേഹം എന്നെ ഒരുപാട് ഗൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സിസ്റ്റർ മേരി ഗോവൂരിൻ്റെ അടുക്കൽ ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എന്നോട് കൊച്ചമ്മ ഒരു ദൂത് പറഞ്ഞു. ആരെ എപ്പോൾ എങ്ങോട്ട് സ്ഥലം മാറ്റണമെന്ന് എനിക്ക് ആലോചന പറഞ്ഞു തരാൻ ഒരു മന്ത്രിയുടെ വേക്കൻസി തൽക്കാലം സ്വർഗത്തിലില്ല. നിന്നെ ഏൽപ്പിച്ച ജോലി ചെയ്തുകൊണ്ട് ഏൽപ്പിച്ചെടുത്ത് നിൽക്ക്, എൻ്റെ സമയമാകുമ്പോൾ ഞാൻ മാറ്റും. അതായിരുന്നു വിധി. പിന്നെ അസംബ്ലീസ് ഓഫ് ഗോഡിന് ബാംഗ്ലൂരിലൊരു തത്വമുണ്ട്. വളരുന്ന സഭയിൽ നിന്ന് ഒരാളിനെ അവർ സ്ഥലം മാറ്റത്തില്ല, അൺലെസ് ആ ആൾ ചോദിക്കുകയോ അല്ലെങ്കിൽ സഭക്കാർ ആവശ്യപ്പെടുകയോ ചെയ്യാതെ വളരുന്ന സഭയിൽ നിന്ന് ഒരാളിനെ സ്ഥലം മാറ്റത്തില്ല. അവരുടെ പ്രിൻസിപ്പിൾ അതൊരു നല്ല പ്രിൻസിപ്പിളായിട്ട് ഞാനും അംഗീകരിക്കുന്നു. റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് പ്ലേസ് ഓൺലി ഷാൽ ബ്രിങ് എ ഗ്രോത്ത്. ഒരു വളർച്ച വേണമെങ്കിൽ ദൈവം തിരഞ്ഞെടുക്കുന്ന വ്യക്തി ദൈവം തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് ദൈവം തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ വളർച്ച നടക്കൂ. അങ്ങനെ വളർച്ച നടക്കുന്നെങ്കിൽ അതിനെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യരുത് എന്നുള്ളത് സെൻട്രൽ ഡിസ്ട്രിക്ട് ഓഫ് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ തത്വമായിരുന്നു. ആ തത്വത്തിലാണ് എന്നെ ആരും മാറാൻ എന്നോട് ആവശ്യപ്പെടാഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി മാറ്റം പറ്റത്തില്ലല്ലോ, അങ്ങനെയാണ് ഇവിടെ തന്നെ നിൽക്കണം എങ്കിൽ ആളുകൾക്ക് ഇരിക്കത്തക്ക ഒരു ബിൽഡിംഗ് ദൈവം തരണം. അതായിരുന്നു അന്നത്തെ പ്രാർത്ഥന. ദൈവത്തിന്റെ കരുണയാൽ ഒന്നിനു പുറകെ ഒന്നായി ഒരുപാട് ബിൽഡിങ്ങുകൾ ദൈവം തന്നു, ഒരുപാട് ബ്രാഞ്ചസ് ആരംഭിച്ചു. എൻ്റെ സ്വന്തം കൈകൊണ്ട് 86,000 പേരെ സ്നാനപ്പെടുത്തിയത് എനിക്ക് ഓർമ്മയുണ്ട്. കൊറോണയാകുന്നതിന് ജസ്റ്റ് മുമ്പേ ഞങ്ങൾ ഒരു കണക്കെടുക്കേണ്ടത് ആവശ്യമായി വന്നു. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ സെൻട്രൽ ഡിസ്ട്രിക്ട് അന്ന് ഞങ്ങളോട് കണക്ക് കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്കെടുക്കത്തില്ലായിരുന്നു. ചർച്ചിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്, കർത്തൃമേശ എടുക്കുന്നവരും സ്നാനപ്പെട്ടവരുമായ എത്ര മെമ്പേഴ്സ് ഉണ്ട് എന്നൊരു കണക്കെടുക്കാൻ ആവശ്യപ്പെട്ടു. അന്നത്തെ കണക്ക് കൊറോണ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പേ ദൈവത്തിന്റെ മഹാകരുണയാൽ 22,000 മേളിലുണ്ടായിരുന്നു. അതുകൊണ്ട് 22,000 എന്നൊരു കണക്കാണ് അന്ന് ഞങ്ങൾ കൊടുത്തത്, എനിക്ക് ഓർമ്മയുണ്ട്. എന്നാൽ കൊറോണയോടുകൂടെ ചെറിയ നഷ്ടങ്ങൾ സഭയ്ക്കുണ്ടായി, പക്ഷെ പിന്നെ വലിയ ലാഭങ്ങളും ഉണ്ടായി. അപ്പൊ അങ്ങനെ അതിനകത്ത് ഒട്ടും താവോട്ട് പോയിട്ടില്ല, ഒട്ടും താവോട്ട് പോകാതെ കൃപയാൽ കർത്താവ് നിർത്തുന്നു. ഇത് വരുമ്പോൾ എന്തിയുടെ എണ്ണി കാണിക്കാൻ പറയുന്നവരുണ്ട്. ഞാൻ എണ്ണി കാണിക്കാൻ പോകത്തില്ല. അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തിയിട്ട് എനിക്കൊന്നും സാധിക്കാനില്ല. ഈ ചോദിക്കുന്ന കോടതിയല്ല, കോടതിയാന്ന് ഞാൻ കാണിച്ചേ പറ്റുള്ളൂ. ഇത് ചുമ്മാ വഴിയെ പോയാൻ ചോദിക്കുന്നത്. അപ്പൊ അവനോട് എന്തോ മറുപടി പറയാനാ. സഭ വളരുന്നത് കണ്ട് അദ്ദേഹത്തിന് ദുഃഖമുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിനോടുകൂടെ ആളുകൾ കൂടുന്നത് കണ്ട് പിശാചിന് വൈരാഗ്യമുണ്ട്. അപ്പൊ ആദ്യം ഇങ്ങനെ ഓരോരുത്തരെ ഇളക്കി വിടുന്നതാണ്. അതിനകത്ത് നമ്മളതിനകത്ത് പ്രതികരിച്ചിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള പല ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാറില്ല, പ്രതികരിക്കാറില്ല. പക്ഷെ സത്യമായി അറിയണമെന്ന് താല്പര്യത്തോടെ ചോദിക്കുന്നവരോട് വേറൊരാളിന് പ്രയോജനപ്പെടുന്നെങ്കിൽ നന്നായിക്കോട്ടെ എന്ന് കണ്ട് ഞാൻ പറയാറുമുണ്ട്. പക്ഷേ അങ്ങനെ വളരാൻ ദൈവത്തിന് വളർത്താൻ തോന്നി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒത്തിരി ബ്രാഞ്ചസ് ദൈവത്തിന്റെ കരുണയാണ്.
നിങ്ങൾ ബാംഗ്ലൂർ വന്ന് കാണാവുന്നേ ഉള്ളല്ലോ. ഇത് ബാംഗ്ലൂർ അകലെയൊന്നും അല്ല, ബാംഗ്ലൂർ വന്നാൽ കാണാവുന്നേ ഉള്ളൂ. ഞായറാഴ്ച രാവിലെ ഗവൺമെന്റിന്റെ പോലീസുകാർ കാണും. ഞങ്ങളുടെ തന്നെ ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ 10-20 പേര് ഞങ്ങളുടെ ആളുകൾ തന്നെ കാണും. നിന്നിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് സ്ഥലം തന്നു, അവിടെ പാർക്ക് ചെയ്യുന്നു, വരുന്നു. അത് മാത്രമല്ല 4 ഷിഫ്റ്റായിട്ടാണ് ആളുകൾ അകത്ത് കയറുന്നത്. നമ്മുടെ മെയിൻ ചർച്ച് ഇരിക്കുന്നത് 3.5 ഏക്കറിനകത്താണ്. അപ്പോൾ അതിനകത്ത് ആളുകൾക്കെല്ലാം കൂടി ഇരിക്കാൻ ഒക്കാത്തത് കൊണ്ടും കാർ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തത് കൊണ്ടും ഞങ്ങൾ കാർ പാർക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് 6 ഏക്കറുണ്ട് ഒക്കാത്തത് കൊണ്ട് ഞങ്ങൾ 4 ഷിഫ്റ്റായിട്ടാണ് പോകുന്നത്. ഫസ്റ്റ് ഷിഫ്റ്റ്, സെക്കൻഡ് ഷിഫ്റ്റ്, തേർഡ് ഷിഫ്റ്റ് ആൻഡ് ഫോർത്ത് ഷിഫ്റ്റ്. ഫസ്റ്റ് ഷിഫ്റ്റിൽ ഇംഗ്ലീഷും കാണും, മലയാളവും കാണും. സെക്കൻഡ് ഷിഫ്റ്റ് വരുമ്പോഴത്തേക്ക് ഇംഗ്ലീഷും മലയാളവും, അതെ, തേർഡ് ഷിഫ്റ്റിൽ ഇംഗ്ലീഷും ഹിന്ദിയും കാണും. ഫോർത്ത് ഷിഫ്റ്റിൽ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. ഇപ്പം ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ മറ്റു ബിൽഡിങ്ങുകളിലാണ് മറ്റു ഭാഷകൾ. ഞങ്ങൾക്ക് 7 ഭാഷകളുണ്ട്. എല്ലാം കൂടി 7 ഭാഷകളും ചേർന്നാണ് ഞാൻ ഈ പറയുന്ന നമ്പരല്ല. അതിനകത്ത് 7 ഭാഷകളുണ്ട്, ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ട്. എല്ലാം ഒക്കെ ദൈവം ഇങ്ങനെ നടത്തി. ഈ വർഷം ഞങ്ങൾക്ക് 69 മിനിസ്റ്റേഴ്സ് ഉണ്ട്, ശുശ്രൂഷ 69 പേരുണ്ട്. മലയാളത്തിൽ മാത്രം. ഞാൻ മലയാളത്തിൽ മാത്രമേ പോകുന്നുള്ളൂ ഈ ദിവസങ്ങളിൽ. കാര്യം എല്ലാത്തിനും കേപ്പബിളായ ലീഡേഴ്സിനെ ദൈവം തന്നു. അത് ദൈവത്തിൻ്റെ വലിയൊരു കൃപയാണ്. അതുകൊണ്ട് അങ്ങനെ പോകുന്നു പാസ്റ്ററെ. അതാ വളർച്ച. ഞാൻ പറഞ്ഞാൽ ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ചർച്ചുണ്ട്, 22 മെമ്പേഴ്സ് ഉള്ള ഒരു ചർച്ചുണ്ട്. ഞാൻ ഇത് തുടങ്ങിയത്. എന്നാൽ ഇത് രജിസ്റ്റർ ചെയ്തത് ഞാനാണ്. അത് രജിസ്റ്റർ ചെയ്യാനുള്ള കാരണം വന്നത് ഗവൺമെന്റ് എൻക്വയറി വൺ ആഫ്റ്റർ ദി അതർ വരാൻ തുടങ്ങി. 1990 എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്ത. അപ്പോൾ എത്ര മെമ്പേഴ്സ് ഉണ്ട്, എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോയി, എത്ര രൂപയുണ്ട് പിരിവ്, ഈ ആഴ്ചത്തെ കളക്ഷൻ എത്ര ഉണ്ട്, ഇതെല്ലാം ഗവൺമെന്റ് സൂക്ഷ്മമായിട്ട് ചോദിക്കും. അന്ന് എൻ്റെ ഡിസ്ട്രിക്റ്റിന്റെ സൂപ്രണ്ടാണ് എന്നെ വിളിച്ചു പറഞ്ഞത്, പറയീസെ ഇങ്ങനെ ചോദിക്കുന്നതിന് എല്ലാത്തിനും കൂടെ മറുപടി പറയാൻ അസംബ്ലീസ് കോഡിനെ കൊണ്ട് ഒക്കത്തില്ല. കാര്യം അന്നത്തെ കണക്കനുസരിച്ച് അസംബ്ലീസ് കോഡിന്റെ കുറെ അക്കൗണ്ട് ഇവിടെയും കുറെ പുനലൂരും. അപ്പോൾ ഇത് പുനലൂരിൽ നിന്നൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് മറുപടി പറയാൻ ഒക്കത്തില്ല. ഇവർ ചോദിക്കുന്ന ചോദ്യത്തിന് 6 മണിക്കൂറിനകം മറുപടി കൊടുത്തില്ലെങ്കിൽ എടുത്താകത്തിടും. അതുകൊണ്ട് നീ തന്നെ രജിസ്റ്റർ ചെയ്യുക, നീ തന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു. ഡോക്ടർ ടി.സി. ജോർജ് സാർ പറഞ്ഞതനുസരിച്ചാണ് ഞാനിവിടെ ലോക്കൽ ചർച്ച് രജിസ്റ്റർ ചെയ്യുന്നത്. രജിസ്റ്റർ ചെയ്തു. ഞങ്ങൾ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. ദൈവത്തിന്റെ കൃപയാൽ ഒരു പബ്ലിക് ഓഡിറ്ററാണ് നമ്മുടെ ഓഡിറ്റ് ചെയ്യുന്നത്. ബാംഗ്ലൂരിലെ പ്രധാനപ്പെട്ട എല്ലാ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ്റെയും അക്കൗണ്ട്സ്, പ്രധാനപ്പെട്ട എല്ലാ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസിൻ്റെയും അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യുന്ന മിസ്റ്റർ ചാൾസ് പ്രഭാകർ ആൻഡ് അസോസിയേറ്റ്സാണ്. ഞങ്ങളുടെ ഓഡിറ്ററും അദ്ദേഹം തന്നെയാണ്. ചാൾസ് പ്രഭാകരോട് ഞാൻ ആവശ്യപ്പെട്ടത് 1 രൂപയുടെ ഡിസ്ക്രിമൻസി, 1 റുപ്പി ഡിസ്ക്രിമൻസി എവിടെയെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് എന്നോട് പറഞ്ഞു. റൈറ്റ് ഓഫ് എന്ന് പറയുന്ന ഒരു വാക്ക് ബഥേലിൻ്റെ കൊമേഴ്ഷ്യൽ ഡിക്ഷണറിയിൽ ഇല്ല. റൈറ്റ് ഓഫ് എന്ന് പറയുന്ന ഒന്നില്ല. അതുകൊണ്ട് 1 രൂപയുടെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ദയവായി പിടിച്ചു തരണം. വല്ലപ്പോഴും ഒക്കെ അക്കൗണ്ട് സ്റ്റാഫിനോട് ഞാൻ വഴക്കം പറയേണ്ടി വരും, സ്ക്രൂട്ടനൈസ് ചെയ്യേണ്ടി വരും. സഹോദരന്മാർ വരെ നോക്കാറുണ്ട്. കാര്യം പെൻഡിങ് വർക്ക് വെക്കാൻ സമ്മതിക്കില്ല. തിങ്സ് ഹാസ് ടു ബി ഡൺ ഓൺ റൈറ്റ്. ഞാൻ പട്ടാളക്കാരനല്ലേ, ഇപ്പോൾ പട്ടാളത്തിൻ്റെ ട്രെയിനിങ്. ഓക്കെ പാസ്റ്ററെ, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ, തീർച്ചയായിട്ടും വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിലുള്ളതായ ഒരു ക്ലാരിഫിക്കേഷനാണ് ആ ചർച്ചിൻ്റെ ആരംഭത്തെക്കുറിച്ചും അതിൻ്റെ വളർച്ചയെക്കുറിച്ചും പങ്കുവയ്ക്കുവാൻ കൂടിയായി തീർന്നത്. വളരെ വ്യക്തമാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇത്രയേറെ തിരക്കുകൾ, അതായത് 22 പേരിൽ നിന്ന് 22,000-ലധികം പേരിലേക്ക് വളർന്ന ഒരു ആത്മീയ സംഗമം, പല ഷിഫ്റ്റുകളായിട്ട് ആത്മീയ ശുശ്രൂഷകൾ അവിടെ നടന്നു വരുന്നു. ഇതിൻ്റെ എല്ലാം മുൻനിരയിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുവാൻ പല പ്രിയപ്പെട്ടവർ സഹപ്രവർത്തകരായി ഉണ്ടെന്നറിയാം. എങ്കിലും അതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒത്തിരി അത്യധ്വാനവും അതിനെക്കുറിച്ചുള്ളതായ ക്രമീകരണങ്ങളൊക്കെ ചെയ്യേണ്ടത് ഉണ്ടായിട്ട് പോലും ഇത്രയേറെ ഉന്മേഷവതനായും സന്തോഷത്തോടെയും വളരെ ഊർജ്ജസ്വലതയോടും കൂടി ഈ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുവാൻ ഉള്ള ആ ഒരു ഇൻസ്പിറേഷൻ എങ്ങനെയാണ് ഓരോ ദിവസവും കൈവരിക്കുന്നതെന്ന് ചുരുക്കം വാചകങ്ങളൊന്ന് പറയാമോ? പക്ഷേ ദൈവം തന്ന ഒരു കൃപയാണ്, ഒരളവിൽ ദൈവം തന്ന കൃപയാണ്. തീർച്ചയായും. ഞങ്ങൾക്കൊരു ഞായറാഴ്ച 22 ആരാധനകളാണ്. ഒരു ഞായറാഴ്ച 22 ആരാധനയാണ്. മെയിൻ ആരാധന ഹാളിനകത്ത് 2000 കസേര ഇടാം. എല്ലാ ആഴ്ചയിലും അത്ര ഇടത്തില്ല. ഇംഗ്ലീഷിലും അത് തന്നെ, മലയാളത്തിലും അത് തന്നെ, 2000 കസേരകൾ ഇടാം. ഇംഗ്ലീഷിൽ അവർ ബിൽഡിങ്ങിന് വെളിയിലും ഒരു 500 കസേര എങ്കിലും ഒരാഴ്ച ഓരോ സർവീസിനും ഇടാറുണ്ട്. ഈ സർവീസുകളെല്ലാം നോക്കാൻ വേണ്ടി കേപ്പബിൾ ലീഡർഷിപ്പ് ഉണ്ട്. ഞങ്ങൾ ഇന്ന് ഒരു 40 ദിവസം ഉപവാസ പ്രാർത്ഥനയില്ല. ഇന്നതിൻ്റെ 11ാമത്തെ ദിവസമാണ്. ഇന്ന് വൈകിട്ട് ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ തന്നെ 40 ദിവസവും മറ്റും ചർച്ചിൻ്റെ ജനറൽ കാര്യങ്ങളെല്ലാം ഹോൾഡ് ചെയ്യാൻ ഒക്കത്തില്ല. ഒരു വിവാഹത്തിൻ്റെ നിശ്ചയം നടക്കണമായിരുന്നു. ഞാൻ ആ വിവാഹ നിശ്ചയത്തിന് പോയി.
തീരുന്ന സമയത്താണ് ഞാൻ ചർച്ചയ്ക്ക് ചെല്ലുന്നത്. ചെന്ന് ജസ്റ്റ് ഒന്ന് ആശീർവാദം പറയാൻ ചെന്നെന്ന് മാത്രം പറയാം. അതുപോലെ അങ്ങോട്ട് ചെന്നതേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യത്തിനും വിട്ടുവീഴ്ചയില്ല. എല്ലാ കാര്യങ്ങളും ക്രമമായി കൊണ്ടുപോകാൻ കഴിയും. പട്ടാളത്തിൽ നിന്ന് കിട്ടിയ ഒരു കൊച്ചു ശീലമാണത്, പട്ടാള ചിട്ട എന്ന് പറയും. അത് അതുപോലെ തന്നെ പാലിക്കാനും അടുത്ത ജനറേഷനിലേക്ക് അത് കൈമാറാനും ദൈവത്തിന്റെ കൃപയാൽ കഴിഞ്ഞു. ഞാൻ ഈ മെമ്പർഷിപ്പ് എല്ലാം പറയുന്നതല്ല 22 സർവീസും ഒരുമിച്ച് ചേർത്തുണ്ട്. ഇതെല്ലാം ഞങ്ങളുടെ തന്നെയാണ്. ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ഞാൻ പറഞ്ഞതിൽ ഒരുപാട് ബ്രാഞ്ചസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. എല്ലായിടത്തും കേപ്പബിൾ ലീഡർഷിപ്പ് ഉണ്ട്. കേപ്പബിൾ ലീഡർഷിപ്പ് ഇല്ലാതെ പോയ ബ്രാഞ്ചസ് പലതും അടച്ചില്ല, അങ്ങനെ പേരിനും വേണ്ടി പോകുന്നു. സഭയിൽ നിന്നൊന്നും വിളിക്കാനൊക്കെ തന്നെ നട്ടപ്പോഴും ഒരു വട്ട, പറിച്ചപ്പോഴും ഒരു വട്ട, അങ്ങനെ ചുമ്മാ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് കവിഞ്ഞൊരു ചർച്ച എന്ന് വിളിക്കാനൊക്കത്തില്ല. ഇറ്റ്സ് നോട്ട് എ ഗ്രോയിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്നാൽ ലീഡർഷിപ്പ് മെമ്പർഷിപ്പ് ഉള്ളിടത്തെല്ലാം, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾക്ക് കീഴടങ്ങി പോകുന്നിടത്തും എല്ലായിടത്തും വളർച്ച കാണാനുണ്ട്. ഓരോ ദിവസവും ആവശ്യത്തിനുള്ള കൃപ കർത്താവ് തരാറുണ്ട്. ദൈവം അങ്ങ് ശക്തിപ്പെടും. ഞാൻ എൻ്റെ സ്വന്തം ഒന്നും ചെയ്യുന്നില്ലല്ലോ, ദൈവത്തിൻ്റെ കാര്യമല്ലേ ചെയ്യുന്നത്. അപ്പോൾ ആരോഗ്യം തരിക എന്നുള്ള ദൈവത്തിൻ്റെ കടമ. പ്രൈസ് ദി ലോർഡ്. വളരെ വ്യക്തമാണ്. കർത്താവ് ഓരോ ദിവസവും തൻ്റെ ഭക്തന്മാരെ ജയോത്സവമായി വഴി നടത്തുന്നു എന്നുള്ളതിന് വളരെ വ്യക്തമായ തെളിവാണ്. പ്രിയ കർത്താവിൻ്റെ ദാസനെ ദൈവം ശക്തമായി ഈ കാലയളവിൽ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഓക്കെ, അടുത്ത എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, സഭയിലെ അടുത്ത തലമുറയിലെ നേതാക്കളെ എങ്ങനെയാണ് ഉപദേശിക്കുകയും വളർത്തുകയും ചെയ്യുന്നത് എന്നൊന്ന് ചുരുക്കം വാചകങ്ങളൊന്ന് പറയാമോ? പക്ഷേ ഒന്ന്, നമ്മുടെ സഭ ബേസിക്കലി ഉപവാസ പ്രാർത്ഥനയിലും ദൈവാലോചനയിലും പോകുന്ന ഒരു സഭയാണ്. എല്ലാ വർഷവും തന്നെ ഒരു 21 ദിവസം ഒരു ആനുവൽ ഫാസ്റ്റിംഗ് പ്രയറും ഒരു 21 ദിവസം ലോക്കൽ ഫാസ്റ്റിംഗ് പ്രയർ ഞങ്ങൾ നടത്താറുണ്ട്. ആകെ 42 ദിവസം ഒരു സാധാരണ വർഷം. ഈ വർഷം സംഗതി മാറി. ആനുവൽ ഫാസ്റ്റിംഗ് പ്രയർ തന്നെ 40 ദിവസമാക്കി മാറ്റി. 40 അല്ല 41 വരെ ആക്കി മാറ്റി. ഇതിനകത്ത് വിളിക്കുന്നത് ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരാണ്. അവരോരോരുത്തരുടെ തലയിൽ കൈവച്ച് നിന്റെ മേലുള്ള വിളി ഇന്നതാണെന്ന് പറയും. അപ്പം ആ വ്യക്തിയെ ആ രീതിയിലാണ് ഗ്രൂം ചെയ്യേണ്ടത്. ദൈവാലോചനയ്ക്ക് വിടുക എന്നുള്ളത് ഇതാ. ഞാൻ ശൗലിനെയും ബർന്നബാസിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ വേർതിരിക്കുക. ഇവനെന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും മുൻപാകെ പ്രസ്താവിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത പാത്രം. യെരമ്യാവിനെ വിളിച്ചു പറഞ്ഞു, ഞാൻ നിന്നെ ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചു. ഇങ്ങനെ ഓരോരുത്തരുടെ വിളിയിൽ ദൈവിക വ്യത്യാസമുണ്ട്. ഇവരുടെ എല്ലാം ദൈവം കൊണ്ടുതരും. ഇവരുടെ വിളി ഐഡന്റിഫൈ ചെയ്യുക. ഇവരുടെ വിളി ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അത് ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഒരു ആത്മീയ അന്തരീക്ഷത്തിലെ ഉക്കുള്ളൂ. ഒരു നോർമൽ അന്തരീക്ഷത്തിൽ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ ഒക്കത്തില്ല. ദൈവത്തിന് 10 കൽപ്പനകൾ മോശയെ ഏൽപ്പിക്കാൻ ഉണ്ടെങ്കിൽ പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ട് 40 രാപകലുകൾ ഇരുത്തി ആ 40 രാപകലുകൾ ദൈവത്തിന്റെ സാന്നിധ്യം പകർന്ന് ആ ആത്മീയ ചൂടിൽ മാത്രമേ ആലോചന വരത്തുള്ളൂ. പൗലൂസിന്റെ കയ്യിൽ 24 ലേഖനങ്ങൾ ഏൽപ്പിക്കാൻ ദൈവത്തിനുണ്ടെങ്കിൽ 3-ാം സ്വർഗം വരെ കൊണ്ടുപോയി അവിടെ ഇരുത്തി ആ അന്തരീക്ഷത്തിൽ ഇത് കിട്ടത്തുള്ളൂ. ചുമ്മാ ഒന്നും ദൈവാലോചന മനുഷ്യന് കിട്ടത്തില്ല. ചുമ്മാ 2 ദിവസം ഉപവസിച്ച് ദൈവം എന്നോട് സംസാരിച്ചു, സ്ത്രീകൾ തലയിൽ തുണിയിടണ്ട എന്നൊക്കെ പറയുന്ന പൊട്ടത്തരം. അങ്ങനെയുള്ളതൊന്നും, അല്ലെങ്കിൽ എന്നോട് ദൈവം ഇപ്പം ഇങ്ങനെ പറഞ്ഞു, മറുഭാഷ പറയണ്ടെന്ന് പറഞ്ഞു, അത് പറയണ്ടെന്ന് പറഞ്ഞു. എൻ്റെ പൊന്നെ, ഇതൊന്നും വേദപുസ്തക തത്വവുമായി നിരക്കുന്നതല്ല. ദൈവത്തിന്റെ ആലോചനകൾ ദൈവം കൈ തരണമെന്നുണ്ടെങ്കിൽ അതിന് തക്ക ഒരു ആത്മീയ അന്തരീക്ഷം ഉണ്ടാകണം. അങ്ങനെ ഒരു ആത്മീയ അന്തരീക്ഷം സഭയിലുള്ളപ്പോൾ പ്രവാചകന്മാർ മുഖേന ദൈവം ഇടപെടും, ദൈവം എന്നോട് വ്യക്തിപരമായി ഇടപെടും. ഇതേ കാര്യം തന്നെ ആ വ്യക്തിയോടും ഇടപെടും. എക്സിനോട് പറഞ്ഞു, നിന്നെ ഒരു സഞ്ചാര സുവിശേഷകനായി തിരഞ്ഞെടുക്കുക. അത് അദ്ദേഹത്തോടും ദൈവം ഇടപെടും, എന്നോടും ദൈവം ഇടപെടും, വരുന്ന പ്രവാചകന്മാരോടും ദൈവം ഇടപെടും. പ്രവാചകന്മാർ 1-2 പേരായിരിക്കില്ല, പലരും അവരുടെ തലയിൽ കൈവച്ചാൽ ഇത് തന്നെ പറയും. അപ്പൊ ഞങ്ങൾ അദ്ദേഹത്തോട്, മോനെ നിന്നെക്കുറിച്ചുള്ള വിളി ഇതാ, അപ്പൊ നിനക്ക് ആവശ്യമുള്ള വേദപാഠ വിഷയങ്ങൾ ഇന്നതാ, നീ ഇന്ന ക്ലാസ്സിന് വരണം. ഞാൻ അവർക്ക് ക്ലാസ് എടുക്കും. അവർ ക്ലാസ് എടുത്തുകൊണ്ട് അങ്ങോട്ട് തിരിച്ചു വിടും. വേറൊരാളിനെ പ്രവാചകനായിട്ടായിരിക്കും ദൈവം വിളിച്ചത്. അങ്ങനെ ക്ലാസ് എടുക്കാൻ ഒന്നുമില്ല, പക്ഷെ ഒരു പ്രവാചകൻ സൂക്ഷിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എൻ്റെ അറിവിനനുസരിച്ച് ഞാൻ പറയും. ഞാനും ദൈവത്തിൻ്റെ കൃപയിൽ 67ാമത്തെ വർഷമാണ് ഇത് സുവിശേഷമായി നടക്കുന്നത്. 67ാമത്തെ വർഷമാണ്. 10-60 രാജ്യങ്ങൾ കാണാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. എത്രയോ സഭകൾ കണ്ടു, എത്ര ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരെ കണ്ടു. അങ്ങനെ പലയിടത്തുനിന്നും പലതും പഠിക്കാനും ദൈവം നേരിട്ട് പഠിപ്പിക്കാനും ഒക്കെ ഇടയായതുകൊണ്ട് എനിക്ക് കിട്ടിയ ആ ചെറിയ അറിവിൽ നിന്നുകൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് അവരെ ഗ്രൂം ചെയ്തെടുക്കുന്നത്. അതാണ് ഞങ്ങളുടെ പ്രോസസ്. പിന്നെ ആള് പ്രയോജനപ്പെടുന്നു നോക്കും. ഇന്ന് രാവിലത്തെ സെക്ഷന് ഞാൻ അനൗൺസ് ചെയ്തായിരുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ മലയാളി പെന്തക്കോസ്ത് ചർച്ച നമ്മുടെ. അപ്പൊ ഇതിനകത്ത് എഴുന്നേറ്റ് നിന്ന് ശുശ്രൂഷിക്കുന്ന ഓരോ ശുശ്രൂഷകനും, ഞങ്ങളുടെ ഓരോ ലോക്കൽ ശുശ്രൂഷകനും ഞങ്ങൾ ശുശ്രൂഷിക്കാൻ അവസരം കൊടുക്കും. ഇതിനകത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന ഓരോരുത്തരും
ഈ ലോകത്തിലെ ഒന്നാമത്തെ ചർച്ച എന്ന് ഓർത്തോണം. ഇവിടെ വരുന്നവർ പ്രതീക്ഷിക്കുന്നതും അതാ. ഞങ്ങൾ വിളിക്കുന്നത് ഈ തലമുറയിൽ ഏറ്റവും പ്രയോജനപ്പെടുന്നു എന്ന് ഞങ്ങൾക്കും കൂടെ തോന്നുന്ന ശുശ്രൂഷകന്മാരെ മാത്രമേ ഉള്ളൂ. അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഭക്ഷണം, ആത്മീയാഹാരം കഴിക്കുന്ന സഭയാ. അവർക്ക് താണതൊന്നും ഇട്ടുകൊടുത്താൽ പിടിക്കുകയില്ല. അതുകൊണ്ട് അവർക്കുള്ളത് നിങ്ങളുടെ കൈ വരണം. അതിന് ദൈവത്തോട് ചോദിച്ച് വാങ്ങിച്ചേച്ചേ ഞാൻ ഇന്ന് 15 മിനിറ്റ് എടുത്തോളാമെന്ന് പറയാവൂ. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞ, ഇന്ന് രാവിലെ. അപ്പൊ ആ മാനദണ്ഡത്തിൽ പോകുന്നത് കൊണ്ട് ആളുകളെ അങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കാൻ കഴിയും പാസ്റ്ററെ, ദൈവത്തിന്റെ കരുണയാൽ. വളരെ വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമാണ് കാര്യം. കാരണം ഉപവാസവും പ്രാർത്ഥനയും വ്യക്തമായ ട്രെയിനിങ്ങും ഒരു സഭാ ശുശ്രൂഷകൻ എന്ന നിലയിൽ അടിയന്തരമായിട്ട് ആവശ്യമാണ്. മോശ ദൈവസന്നിധിയിൽ 40 ദിവസം ഇരുന്ന് ദൈവത്തിൻ്റെ ആലോചന കേട്ട് പഠിച്ചതുപോലെ ആത്മീയ ശുശ്രൂഷയ്ക്ക് മുൻനിരയിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവർ നിശ്ചയമായിട്ടും നല്ല വ്യക്തമായ ട്രെയിനിങ് ഉള്ളവരും അപ്പോൾ തന്നെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ മാത്രമേ ആ സഭയുടെ മുൻനിരയിൽ നിൽക്കുവാനും ജനത്തിന് ആവശ്യമായിരിക്കുന്ന ആലോചന പറഞ്ഞു കൊടുക്കുവാനും കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. നിശ്ചയമായിട്ടും ആ ദൈവസഭ അഭിമാനകരമായി ലോകത്തിന് തന്നെ മലയാളി പെന്തക്കോസ്ത് സഭയ്ക്ക് മുൻനിരയിൽ നിന്ന് നല്ല മാതൃക കാണിക്കുവാൻ തക്കവണ്ണം ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കുവാൻ കൂടി കഴിഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല അനുഭവങ്ങളെ ഇന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ഈ സമയം വേർതിരിച്ച് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ റവറൻഡ് ഡോക്ടർ M.A. വർഗീസ് സാറ് സമയം ചിലവഴിപ്പാൻ ഇടയായി തീർന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്നും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ തുടർച്ചയെന്ന വേണം കർത്താവിൻ്റെ ദാസൻ ദൈവസഭയുടെ വളർച്ചയ്ക്കും അതുപോലെ അവിടെ നിന്ന് അനേക ജനങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്ന പല വിഷയങ്ങൾക്കുള്ള മറുപടിയും അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് കേൾക്കുവാൻ കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നിശ്ചയമായിട്ടും നമ്മുടെ ആത്മീയ ജീവിതം ദൈവവചനപ്രകാരവും ദൈവത്തിൻ്റെ വ്യവസ്ഥ പ്രകാരവും നാം ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് സ്വയം ശോധന ചെയ്യുവാനും ദൈവത്തിൻ്റെ വചനത്തിൽ നാം അധിഷ്ഠിതമായുള്ളൊരു ജീവിതമാണ് കെട്ടിപ്പടുക്കുന്നത് എന്നുള്ളതായ വ്യക്തമായ ഉറപ്പോടുകൂടിയും നമുക്ക് ഓരോ ദിവസവും നമ്മുടെ ക്രിസ്തീയ ജീവിതം മാതൃകയുള്ളതായി തീരുവാൻ ദൈവമായ കർത്താവ് കേൾവിക്കാരായ ഓരോ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ദൈവസങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അരോമ ടി വി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ഒരു നിമിഷം നമ്മെ ചുരുക്കം വാചകങ്ങൾ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഞങ്ങൾ അങ്ങയെ നന്ദിയോടെ സ്തുതിച്ചു വാഴ്ത്തുന്നു. അങ്ങയുടെ ജനത്തെ ഞാൻ യേശുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. ഇന്ന് ശക്തമായൊരു ദൈവകൃപ ഞങ്ങളുടെ ജനത്തിനു വേണ്ടി വ്യാപരിക്കണേ. വ്യക്തമായി പരിശുദ്ധാത്മാവ് അങ്ങയുടെ കുഞ്ഞുങ്ങളോട് സംസാരിക്കണേ. മനുഷ്യ ശബ്ദത്തിന് അർത്ഥമില്ലാത്ത സാഹചര്യത്തിൽ ദൈവശബ്ദം കേൾക്കുവാൻ ചെവിയുള്ളവൻ്റെ കാതുകളിൽ സ്വർഗത്തിലെ ദൈവം എത്തിക്കണേ. ദൈവത്തിനുള്ളവരെ ദൈവവുമായി അടുപ്പിക്കുവാൻ ഇതൊക്കെയും പ്രയോജനമാകണമേ. അരോമ ടി വിയുടെ പ്രവർത്തനങ്ങളെ കർത്താവ് മാനിച്ചുകൊണ്ടിരിക്കണേ, തുടർന്ന് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കണമേ, വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണേ. മഹത്വം അങ്ങേക്ക്. പസ്ദാനിയ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ റവറൻഡ് ഡോക്ടർ M.A. വർഗീസ് അങ്കിൾ. ഇത്രത്തോളം വിലപ്പെട്ട സമയങ്ങൾ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ചിലവഴിപ്പാൻ കടന്നു വന്നതിന് കർത്താവിൻ്റെ ദാസനോട് കുടുംബാംഗങ്ങളുടേതായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. ദൈവമായി കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ ശക്തമായി ദൈവം പിന്നെയും ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ അനുഭവങ്ങൾ ജീവിത സാക്ഷ്യം ആമേൻ അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കൂ. തീർച്ചയായിട്ടും ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരും. മാത്രമല്ല നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു. aroma.tv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവും ഈ ശുശ്രൂഷയുടെ തുടർഭാഗങ്ങളും കേൾക്കുവാൻ അടുത്ത ദിവസങ്ങൾ നിങ്ങൾ ക്ഷണിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. May God bless you all. Amen. Thank you, Pastor. Thank you. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.
ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com